ചെയ്ത് നമ്മൾ ആരംഭിച്ചിരിക്കുന്ന മിഷൻ മസൂറി സെഷനിലേക്ക് സ്വാഗതം. 2024 പ്രിലിംസ് എക്സാം ഒരു തരത്തിൽ പോലും നമ്മൾ ഫെയിൽ ആകരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ മിഷൻ മസൂറി എന്ന പ്രോഗ്രാമിന് രൂപം നൽകിയിരിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് നടക്കും, എല്ലാ സബ്ജക്ട്സിന്റെയും റിവിഷൻ പാരലൽ നടക്കും. സിസാറ്റിന്റെ മാത്സ്, ലോജിക്കൽ റീസണിങ് ഈ ഏരിയക്ക് ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ എങ്ങനെ ഒരു അപ്രോച്ചിലേക്ക് പോകാം എന്നുള്ളത് നമ്മൾ കാണും. അപ്പോൾ പാരലി നമ്മളെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു പേപ്പറാണ് സിസാറ്റിൽ കോംപ്രിഹെൻഷൻ എന്നുള്ളത്. അത് നോർത്ത് ഇന്ത്യയിലുള്ള വിദ്യാർത്ഥികൾ കോംപ്രിഹെൻഷൻ എന്നും ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ എന്നും രണ്ടായിട്ട് വേർതിരിച്ചാണ് കാണുന്നത്. പക്ഷേ ഒരു മലയാളി വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അങ്ങനെ വേർതിരിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് കോംപ്രിഹെൻഷൻ വരുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമാണ്. നോർത്ത് ഇന്ത്യയിലുള്ളവർക്ക് ഹിന്ദിയിലും ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ എന്ന ഏരിയ മാത്രം ഇംഗ്ലീഷിലുമാണ് വരുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ കാണുന്നത് ഈ കോംപ്രിഹെൻഷൻ പേപ്പറിന്റെ പ്രാധാന്യം എന്താണ്. സിസാറ്റിൽ ഒരു റൈറ്റ് അപ്രോച്ചാണ് ഏറ്റവും പ്രധാനം. സിസാറ്റ് പലപ്പോഴും ടഫ് ആവുന്നത് നമ്മുടെ അപ്രോച്ച് ശരിയാകാതെ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ അപ്രോച്ച് എങ്ങനെ ശരിയാക്കാം, ഈ ഒരു പേപ്പറിന്റെ പ്രാധാന്യം എന്താണ്, എങ്ങനെ നമുക്ക് ഈ ഒരു പേപ്പറിൽ ഹൈ സ്കോറിലേക്ക് എത്താൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ ഈ ദിവസങ്ങളിൽ ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ മുഴുവൻ ക്വസ്റ്റ്യൻസ്, ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന മുഴുവൻ ക്വസ്റ്റ്യൻസ്, ലാസ്റ്റ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻസ്, അത് പരമാവധി നമ്മൾ ലൈവായിട്ട് നമ്മൾ തന്നെ ചെയ്യാനുള്ള ഒരു ശ്രമം നമ്മളുടെ ഭാഗത്ത് നിന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു പേപ്പർ നിങ്ങൾക്ക് ടഫായിട്ട് തോന്നുമെങ്കിൽ നമ്മളുടെ ഈ സെഷൻ കഴിയുമ്പോൾ ഈ പേപ്പർ നിങ്ങൾക്കൊരു ഈസി പേപ്പറായിട്ട് മാറും. അപ്പോൾ ഒരു അപ്രോച്ച് ടുവേർഡ്സ് കോംപ്രിഹെൻഷൻ അത് ഏത് രീതിയിൽ വേണം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ UPSCയുടെ കോംപ്രിഹെൻഷൻ പേപ്പറിലേക്ക് നമ്മൾ വരുമ്പോൾ, നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ഒരു അനാലിസിസിലേക്ക് നമുക്കൊന്ന് കിടക്കാം. എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഈ മേഖലയിൽ നിന്ന് വരുന്നത്. ഈ എൻ്റെ മുൻപിലുള്ള ഷീറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2011 27 ചോദ്യങ്ങളാണ് വന്നത്. അപ്പൊ എത്ര മാർക്ക് വരും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയാം. 27 ഇൻറ്റു നമ്മുടെ സിസാറ്റ് പേപ്പറിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ GS പേപ്പർ 100 ചോദ്യങ്ങളാണുള്ളത്, ഒരു ചോദ്യത്തിന് 2 മാർക്കാണ്. എന്നാൽ സിസാറ്റ് പേപ്പറിന് 80 ചോദ്യങ്ങളേ ഉള്ളൂ, ഒരു ചോദ്യത്തിന് 2.5 മാർക്കാണ്. അപ്പൊ നമുക്ക് എത്ര മാർക്ക് വരും? 2011 21 ക്വസ്റ്റ്യൻ, 27 ക്വസ്റ്റ്യൻ വന്നാൽ എത്രയായി നമ്മുടെ മാർക്ക്? എത്രയായി? 27 ഇൻറ്റു 2.5. അപ്പൊ എത്ര വന്നു? 67.5 വന്നു. നമുക്ക് ഈ പ്രിലിം പാസ്സാവാൻ എത്ര മാർക്ക് വേണം സിസാറ്റിന്? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാം. നിങ്ങൾ ആ സമയത്ത് മാത്രം അൺമ്യൂട്ട് ചെയ്തൊന്ന് റെസ്പോണ്ട് ചെയ്യാം. പ്രിലിം പാസ്സാവാൻ നമുക്ക് സിസാറ്റിന് എത്ര മാർക്ക് വേണം? 66.66 വേണം. അപ്പോൾ 2011 സിറ്റുവേഷൻ വെച്ചിട്ടാണെങ്കിൽ കോംപ്രിഹെൻഷൻ മാത്രം വെച്ച് നമുക്ക് പാസ്സാവേണ്ട മാർക്കിനേക്കാൾ ഒരു മാർക്ക് കൂടുതലാണ്, 67.5 വരുന്നു. അത് 2012 13 എത്തിയപ്പോൾ അത് കൂടി. എത്രയായി? 32 ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറി. 32 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ കോംപ്രിഹെൻഷനിൽ നിന്ന് മാത്രം നമുക്ക് ലഭിക്കുന്നത്, റീഡിംഗ് കോംപ്രിഹെൻഷനിൽ നിന്ന് മാത്രം നമുക്ക് ലഭിക്കുന്നത് 80 മാർക്കാണ്. നമുക്ക് ആവശ്യം 66.66 മാർക്സാണ്. അതായത് നമുക്ക് പാസ്സാവേണ്ട മാർക്കിനേക്കാൾ ഏതാണ്ടൊരു 12 മാർക്കോളം അല്ലെങ്കിൽ 13 മാർക്കോളം നമുക്ക് കൂടുതൽ കോംപ്രിഹെൻഷനിൽ തന്നെ നമുക്ക് ലഭിക്കും. അത് 2014 ആയപ്പോഴേക്കും 25 ക്വസ്റ്റ്യന്, 25 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാം 25 ഇൻറ്റു 2.5 എന്ന് പറയുമ്പോൾ 62.5. അത്തരം വർഷങ്ങളിൽ ഈ സപ്പോസ് കോംപ്രിഹെൻഷന് വെയിറ്റേജ് കുറയുന്ന വർഷങ്ങളിൽ നമ്മൾ ഒരു പ്രോപ്പർ സ്ട്രാറ്റജി എടുത്ത്, നമുക്കറിയാം നമ്പർ സിസ്റ്റം, ധാരാളം ക്വസ്റ്റ്യൻ, കഴിഞ്ഞ വർഷം മാത്രം 18 ക്വസ്റ്റ്യൻ നമ്പർ സിസ്റ്റത്തിൽ നിന്ന്, അത്തരം ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു, ബാലൻസ്ഡ് ആയിട്ട് പോകും. അപ്പൊ ചിലരുടെ ധാരണ സിസാറ്റ് പാസ്സാവണം എന്നുണ്ടെങ്കിൽ മാത്സിൽ പുലി ആയിരിക്കണം, അഗ്രഗണ്യനായിരിക്കണം എന്നാണ്. അങ്ങനെയല്ല. നമ്മുടെ അപ്രോച്ചാണ് ഏറ്റവും പ്രധാനം. ഒരു ബാലൻസ്ഡ് അപ്രോച്ചിലേക്ക് പോവുക. കോംപ്രിഹെൻഷൻ പ്ലസ് മാത്സ് അല്ലെ ലോജിക്കൽ റീസണിങ്, ഈ രീതിയിലുള്ള ഒരു അപ്രോച്ചാണ്. എന്നാൽ ചില ആളുകളെ സംബന്ധിച്ച് കോംപ്രിഹെൻഷൻ ടഫാണ്. എന്തുകൊണ്ട് ടഫ് ആവുന്നു? അതാണ് നമ്മൾ ഇന്നിപ്പോൾ കാണാൻ പോകുന്നത്. പലപ്പോഴും കോംപ്രിഹെൻഷൻ ടഫ് ആകുന്നതിനുള്ള കാരണം നമ്മുടെ അപ്രോച്ച് ശരിയല്ലാതെ. നമ്മൾ ഇന്നത്തെ സെഷനിൽ അപ്രോച്ചാണ് കാണുന്നത്.
കോംപ്രിഹെൻഷനിലേക്കുള്ള അപ്രോച്ച് എങ്ങനെ വേണം. 2015 30 ക്വസ്റ്റ്യൻ ഉണ്ട്, 75 മാർക്ക്. വീണ്ടും 2016 26 ക്വസ്റ്റ്യൻ 65 മാർക്ക്. 2017 30 മാർക്ക് 75 മാർക്ക്. വീണ്ടും 26 ക്വസ്റ്റ്യൻസ് കടന്നു വന്നിരിക്കുന്നു, അപ്പൊ 65 മാർക്ക്. വീണ്ടും 2019 30, 20 25, 70, ഏകദേശം 25 ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഒരു സ്കോറിലേക്ക് തന്നെ, നമുക്കൊരു 60+ തന്നെ എത്താനുള്ള ഒരു 62.5 എത്താനുള്ള ഒരു സാധ്യതയാണ്. അപ്പോൾ കോംപ്രിഹെൻഷൻ ഇത്രയും ഇമ്പോർട്ടന്റ് ആയ പേപ്പറാണ്. പക്ഷെ ആസ്പിരൻസ് പലരും കോംപ്രിഹെൻഷന് വേണ്ടി പ്രത്യേക ഒരു തയ്യാറെടുപ്പ് നടത്താനിട്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. അത് സിസാറ്റ് പേപ്പർ ഫെയിൽ ആവുന്നതിന് കാരണമാണ്. കഴിഞ്ഞ വർഷം ധാരാളം വിദ്യാർത്ഥികൾ അവർ പേപ്പർ 1 പാസ്സായി. ഇവിടെ നമ്മുടെ തന്നെ വിദ്യാർത്ഥികൾ എനിക്കറിയാവുന്ന ഒരു 10-12 പേരെങ്കിലും മിനിമം ആണ്. അവര് പേപ്പർ 1 പാസ്സായി, നല്ല സ്കോർ ഉണ്ട്. ഈവൻ 130 ഒക്കെ സ്കോർ വന്നവരുണ്ട്. GS 142 സ്കോർ അടിച്ച ഒരാളെ അറിയാം. പക്ഷെ സിസാറ്റിന് കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ മാർക്ക് കുറഞ്ഞത്. അപ്പൊ സിസാറ്റിൽ നമ്മൾ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷനും റീഡിംഗ് കോംപ്രിഹെൻഷന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ നമ്മുടെ ഒരു അപ്രോച്ച് എന്തായിരിക്കണം എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്. ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പ്രൊഫഷൻസി ഉള്ള ഒരാളാണ് എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ കോംപ്രിഹെൻഷന് കൂടുതൽ സ്കോർ ചെയ്യില്ല. നമ്മളൊരു മോഡറേറ്റ് ലെവലിൽ പോലും ശ്രമിച്ചാൽ നമുക്കൊരു 30 to 40 മാർക്സ് ഈസി ആയിട്ട് കോംപ്രിഹെൻഷൻ സെക്ഷനിൽ നിന്ന് മാത്രം നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമ്മൾ അത്ര ഫോക്കസ് കൊടുത്തില്ലുള്ള ഒരു പ്രശ്നം. സിവിൽ സർവീസിന്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഒരു ചാൻസ് മിസ് ഔട്ട് ആയാൽ പിന്നെ നമ്മളെ സംബന്ധിച്ച് വീണ്ടും നമ്മൾ ഒരു വർഷം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇപ്പോഴത്തെ ഈ 2024 നടക്കാൻ പോകുന്ന എക്സാമിൽ റൈറ്റ് സ്ട്രാറ്റജിയിലാണ് പോവേണ്ടത്. ആ സ്ട്രാറ്റജി തെറ്റിക്കഴിഞ്ഞാൽ ഇത് സിവിൽ സർവീസ് എക്സാം പ്രിലിമിനറി ആവട്ടെ മെയിൻ ആവട്ടെ ഇതൊന്നും ഏറ്റവും ബുദ്ധിമാന്റെ ഗെയിം അല്ല. റൈറ്റ് സ്ട്രാറ്റജിയുടെ ഒരു കാര്യം, സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് 1ാം റാങ്ക് കിട്ടി ഇറാസിന്റെ പ്രിലിം പാസ്സാകുന്ന 1 മാർക്കിന്റെ ഡിഫറൻസില്ല. 1 മാർക്ക് വ്യത്യാസത്തിൽ പ്രിലിം പാസ്സായ ആള് ഓൾ ഇന്ത്യ റാങ്ക് വന്നപ്പോൾ 1ാം റാങ്കിൽ മെയിനും ഇന്റർവ്യൂവും കഴിഞ്ഞു. ടീന ഡാബിക്കും സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു ജനറൽ കട്ട് ഓഫിനേക്കാൾ താഴ്ന്ന മാർക്കാണ് ടീന ഡാബിക്ക് പ്രിലിമിന് ലഭിച്ചത്. പക്ഷെ ST റിസർവേഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് അത് ക്ലിയർ ചെയ്തു പോയി. പിന്നീട് വന്നപ്പോൾ ഓൾ ഇന്ത്യ GSന്റെ ഒക്കെ സ്കോറിൽ ടോപ്പറായി ഫസ്റ്റ് റാങ്കിലേക്ക് എത്തുകയുണ്ടായി. അപ്പൊ അത്രമാത്രം ഒരു പ്രാധാന്യം ഈ സ്ട്രാറ്റജിക്ക് നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്? നമുക്ക് ഈ ഒരു പേപ്പറിൽ വേണ്ടത്, ഈ ഒരു സിസാറ്റ് പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2011 2011 ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 12 years ആയി. അതിനുശേഷം ആദ്യ കാലഘട്ടത്തിൽ സിസാറ്റ് പേപ്പറിന്റെ മാർക്ക് UPSC ഫൈനൽ റാങ്കിന് വേണ്ടി പ്രിലിം പാസ് ആവുന്നതിന് വേണ്ടി കൂട്ടുമായിരുന്നു. അതായത് GSന് നിങ്ങൾ നേടുന്ന മാർക്ക് പ്ലസ് സിസാറ്റിന്റെ മാർക്ക്, ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് പ്രിലിം പാസ് ആവുമോ ഫെയിലിയർ ആവുമോ എന്ന് ഡിസൈഡ് ചെയ്തത്. 1-2 വർഷക്കാലം ഇങ്ങനെ പോയപ്പോൾ UPSCക്ക് മനസ്സിലായി പ്രിലിം പാസ് ആവുന്നതിൽ തന്നെ 2000-ഓളം വിദ്യാർത്ഥികൾ മെയിൻസ് എഴുതുന്നില്ല എന്ന്. അപ്പൊ അവർ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾ, ക്യാറ്റ് പോലുള്ള എക്സാംസ് എഴുതുന്ന വിദ്യാർത്ഥികൾ, ഇവരൊക്കെ സിസാറ്റ് പേപ്പറിന് 200-ൽ 190 ഒക്കെ സ്കോർ ചെയ്തിട്ട് GS പേപ്പറിന് 10-20 മാർക്ക് മാത്രം വാങ്ങി. പക്ഷെ ടോട്ടൽ രണ്ടുകൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ അവർ പ്രിലിം പാസ് ആവുന്ന ഒരു ടെൻഡൻസി, ഇതൊരു തെറ്റായ കീഴ്വഴക്കമാണ് എന്ന് മനസ്സിലാക്കി UPSC അതിനുശേഷം ഇതൊരു ജസ്റ്റ് ക്വാളിഫയിങ് നേച്ചറിലുള്ള പേപ്പർ. അപ്പൊ എന്താണ് ഈ ക്വാളിഫയിങ് നേച്ചറിലുള്ള പേപ്പർ? നമുക്ക് എത്രയാണോ മാർക്ക് അതിന്റെ 1/3 മാത്രം കിട്ടിയാൽ. അപ്പൊ ഈ 1/3 കിട്ടുന്ന എളുപ്പമാണോ? എളുപ്പമല്ല. അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടൂ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുക ഈ പേപ്പറിലാണ് സത്യത്തിൽ നമ്മുടെ പല എബിലിറ്റീസും അവർ ടെസ്റ്റ് ചെയ്യും. പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഉണ്ടോ, ഡിസിഷൻ മേക്കിംഗ് ക്വസ്റ്റ്യൻ ഉണ്ട്, 4-5 വരും. അതിനൊന്നും നെഗറ്റീവ് മാർക്ക് ഇല്ല. ചില വർഷങ്ങളിൽ 8 ഉണ്ട്, ചില വർഷങ്ങളിൽ ആ ക്വസ്റ്റ്യനേ ഉണ്ടാവില്ല. ഇന്റർപേഴ്സണൽ സ്കിൽസ് ടെസ്റ്റ് ചെയ്യുന്നു, ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്യുന്നു, ലോജിക്കൽ റീസണിങ് ഉള്ള ഒരാളാണോ നിങ്ങൾ,
പെട്ടെന്ന് സ്വിച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി. ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ സെറ്റ് ചെയ്യുന്നു ഫോക്കസ് അറ്റൻഷൻ. ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്ന് പെട്ടെന്ന് പാറ്റേൺ ഉൾട്ടയാക്കും, നേരെ ഓപ്പോസിറ്റ് ഉള്ള പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ അടുത്ത് വരും. അപ്പൊ പെട്ടെന്ന് ബ്രെയിൻ സ്വിച്ച് ചെയ്യാൻ ചില വിദ്യാർത്ഥികൾക്ക് പറ്റത്തില്ല. അവര് തട്ടിത്തകർന്നു, അയ്യോ ടഫാണെന്ന് പറഞ്ഞ് നിർത്തിയിട്ട് പോകും. ഇത് ഒരു ഡെലിബറേറ്റ്ലി അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് എന്താണ് നോക്കുന്നത്? നിങ്ങളുടെ അനലിറ്റിക്കൽ എബിലിറ്റി. ഒരു പാരഗ്രാഫ് വായിച്ചാൽ അത് നിങ്ങൾക്ക് അത് മനനം ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ, അതൊന്ന് അതിൽ നിന്ന് അതിന്റെ കണ്ടന്റ് എടുക്കാൻ പറ്റുന്നുണ്ടോ? വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്? നിങ്ങൾ നാളെ ഒരു ജില്ല ഭരിക്കുമ്പോൾ IAS IPS IFS എടുക്കുമ്പോൾ ഒരു ഫയൽ കയ്യിൽ വന്നാൽ നിമിഷ നേരം കൊണ്ട് അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഈ പേപ്പർ കൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ ഈ പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇന്നേ വരെയുള്ള പാറ്റേൺ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 25 മുതൽ 30 വരെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം പ്രാധാന്യം ഈ ഒരു പേപ്പറിനുണ്ട്. ചെറിയ പ്രാധാന്യമല്ല. ബിറ്റ്വീൻ 25 to 30 ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് ഇവിടെ നമ്മുടെ ഒരു സ്പീഡ് ഡിസിഷൻ മേക്കിംഗ്. കാര്യം ടൈം ഇല്ല, നമുക്ക് എത്ര സമയം കിട്ടും? നമുക്ക് ആകെപ്പാടെയുള്ളത് 2 മണിക്കൂറാണ്. 120 സെക്കൻഡ്സ് ആണ്. 120 സെക്കൻഡ്സിൽ നമുക്ക് എത്ര ക്വസ്റ്റ്യൻ നമ്മൾ ഏകദേശം കവർ ചെയ്യണം? നമുക്ക് 80ഓളം ചോദ്യങ്ങൾ കവർ ചെയ്യണം. ഹാർഡ്ലി ഒരു 1.5 മിനിറ്റ്സ് ആണ് നമുക്ക് ഈ 80 ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി കിട്ടുന്നത്. അപ്പൊ ചിലപ്പോൾ ഈ 1.5 മിനിറ്റ്സിന് പകരം പലർക്കും 3 മിനിറ്റ് 4 മിനിറ്റ് ഉണ്ടെങ്കിൽ പലരും ഉത്തരത്തിലേക്ക് എത്തും. പക്ഷെ പ്രശ്നം എന്താണ്? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇത് വളരെ വാലിഡ് പോയിന്റ് ആണ്. നിങ്ങൾക്ക് ഈ 4 മിനിറ്റിൽ ഉത്തരത്തിലേക്ക് എത്തുന്ന നിങ്ങളായിരിക്കും. അത് നിങ്ങൾ ടൈം കുറച്ച് 1.5 മിനിറ്റിൽ ആൻസറിലേക്ക് എത്തുന്ന കപ്പാസിറ്റി, ബ്രെയിൻ സ്പീഡ് ആ ലെവലിലേക്ക് എത്തിക്കുക, ഫോക്കസ് അറ്റൻഷൻ ആ ലെവലിലേക്ക് എത്തിക്കുക. അപ്പൊ ഇതൊരു സ്കില്ല് വേണ്ട പേപ്പർ. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് യുവർ നോളജ്, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് യുവർ ലാംഗ്വേജ് സ്കിൽസ്, ഇറ്റ് ഈസ് അബൌട്ട് മെനി അതർ തിങ്സ്. സോ യു ഹാവ് ടു ഡെവലപ്പ് ദോസ് സ്കിൽസ്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ പൊതുവെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കമ്പൽസറി പേപ്പറിന്റെ കാര്യത്തിലാണെങ്കിലും റീഡിംഗ് കോംപ്രിഹെൻഷന്റെ കാര്യത്തിലാണെങ്കിലും UPSC തരുന്ന ലാംഗ്വേജ് 2 ടൈപ്പാണ്. ഒന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള പേപ്പർ, ഒരു പാരഗ്രാഫ് ഡയറക്റ്റ് വായിച്ചു പെട്ടെന്ന്. അപ്പോൾ മറിച്ച് പിന്നീട് ചില പാരഗ്രാഫ്സിൽ വരുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യം സോഫിസ്റ്റിക്കേറ്റഡ് ടഫ് ആയിട്ടുള്ള ലാംഗ്വേജ്. ഹിന്ദു, എക്കണോമിക് ടൈംസ്, ബിസിനസ് ലൈൻ തുടങ്ങിയ പത്രങ്ങളുടെ എഡിറ്റോറിയൽ, നിങ്ങൾക്കറിയാം ലാംഗ്വേജ് കുറച്ച് ടഫാണ്. എഡിറ്റോറിയൽ, അതുപോലെ ലീഡർ പേജ് എന്ന് വെച്ചാൽ എഡിറ്റോറിയൽ പേജ് വരുന്ന ആ പേജിനെയാണ് നമ്മൾ ലീഡർ പേജ്. ലീഡർ പേജിൽ വരുന്ന ആർട്ടിക്കിൾസ്, ഇതിലെ പാരഗ്രാഫ്സ് അതേപടി എടുത്താണ് കോംപ്രിഹെൻഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പൊതുവെ ബാങ്കിങ്, ഇൻഷുറൻസ്, സ്റ്റേറ്റ് PSCs ഒക്കെ നടത്തുന്ന എക്സാംസിനേക്കാളും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു തരം പാരഗ്രാഫ്സ് ആണ് പലപ്പോഴും കണ്ടുവരാറില്ല. അപ്പൊ ഇതൊരു ഈസി വാക്ക് ത്രൂ ആണ് എന്നൊരിക്കലും ചിന്തിക്കരുത്. യു ഹാവ് ടു ഗിവ് ടൈം, യു ഹാവ് ടു സ്പെൻഡ് ടൈം, യു ഹാവ് ടു വർക്ക്, then only you can score good marks from reading comprehension. അപ്പോൾ നോർമലി വരുന്ന സബ്ജക്ട്സ് നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ നമുക്ക് ആവശ്യം എന്താണ്? പാസേജസിന്റെ ടോൺ മനസ്സിലാക്കാം. നമ്മൾ അതിലേക്ക് സ്ട്രാറ്റജിയിലേക്കൊക്കെ പോകുമ്പോൾ ഞാനത് ഡിസ്കസ് ചെയ്യും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. അത് സ്പീഡിൽ ചെയ്യും, 1.5 മിനിറ്റിൽ ചെയ്യും. 1.5 മിനിറ്റ് എന്ന് വെച്ചാൽ യു വിൽ ഗെറ്റ് 90 സെക്കൻഡ്സ്. ടക്ക് 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 ആ വേഗത്തിലാണ് പോവുക. UPSC എക്സാം തന്നെ സ്പീഡിന്റെ ഒരു കളിയാണ്. സ്പീഡ് ആവശ്യമാണ്, സ്പീഡ് വേണം. പ്രത്യേകിച്ചും പ്രിലിമിനറിയിലേക്ക് പോകുമ്പോൾ ആ സ്പീഡ് തിങ്കിങ് ആവശ്യമാണ്. നമുക്ക് ആ തിങ്കിങ്ങിലേക്ക് എത്തേണ്ടതുണ്ട്. അത് പ്രാക്ടീസിലൂടെ മാത്രമേ നമ്മുടെ സ്പീഡ് കൂടുകയുള്ളൂ. നമ്മുടെ ബ്രെയിനിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇപ്പൊ പൊതുവെ പറയുന്ന ഒരു കാര്യം, ഒരു 3 മണിക്കൂർ വെച്ച് നിങ്ങൾക്കൊരു 5 വർഷം ഒരു കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുവാണ്, നിങ്ങൾ ആ മേഖലയിലെ മാസ്റ്റർ ആകുന്നു, ഉസ്താദ്, ഏറ്റവും കഴിവുള്ള വ്യക്തിയായിട്ട് മാറുമെന്ന് എന്ന് പറഞ്ഞതുപോലെയാണ് കോംപ്രിഹെൻഷന്റെ കാര്യം. കോംപ്രിഹെൻഷന് വേണ്ടി നിങ്ങൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഡെയിലി മാറ്റി വെച്ച് കഴിയുമ്പോൾ കുറച്ച് നാൾ കൊണ്ട് നിങ്ങൾ ഈ മേഖലയിൽ ഒരു എക്സ്പേർട്ട് ആയിട്ട് മാറും. അപ്പൊ അതിനൊരു ഡെലിബറേറ്റ് അറ്റംപ്റ്റ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അപ്പൊ ഇതിന് ആവശ്യം എന്താണ്? കോംപ്രിഹെൻഷൻ പഠിക്കാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ദാറ്റ് ഈസ് റീഡിങ്. യു ഹാവ് ടു റീഡ് ഇംഗ്ലീഷ് മെറ്റീരിയൽസ്, യു ഹാവ് ടു റീഡ് എഡിറ്റോറിയൽസ്. നമ്മൾ എഡിറ്റോറിയലൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം പലപ്പോഴും നമുക്ക് പ്രിലിം ഓറിയന്റഡ് ആയിട്ടോ അല്ലെ ഉള്ള ഡയറക്റ്റ് കണ്ടന്റ് ഒന്നും കുറച്ചൊക്കെ കിട്ടത്തുള്ളൂ. ചില ആളുകൾ അതുകൊണ്ട് തന്നെ എഡിറ്റോറിയൽ സ്കിപ്പ് ചെയ്യാറുണ്ട്. നെവർ എവർ ഡു ദാറ്റ്. എഡിറ്റോറിയൽ നമ്മൾ പ്രധാനമായിട്ടും യൂസ് ചെയ്യേണ്ട ഒരു കാര്യം, ഒന്ന് നമ്മുടെ അനലിറ്റിക്കൽ സ്കിൽസ് വർദ്ധിപ്പിക്കുക, 2 നമ്മുടെ റീഡിങ് കോംപ്രിഹെൻഷനിലെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ വർദ്ധിപ്പിക്കുക. ഇതിന് 2-ന് വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് റീഡിങ് കോംപ്രിഹെൻഷൻ വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ലെങ്കിൽ അതിനുള്ള സ്ട്രാറ്റജി ഞാനിപ്പോൾ വരുന്ന നിമിഷങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് വർക്ക് ചെയ്യാം.
അപ്പൊ നമ്മൾ ആദ്യത്തെ റീഡിങ്ങിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ആദ്യത്തെ റീഡിങ് മാത്രം പോരാ, നമ്മൾ അവിടെ ഓരോ വേർഡും പ്രോസസ് ചെയ്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ മാർക്ക് ഔട്ട് ചെയ്ത് ഉള്ള ഒരു രീതിയാണ് വേണ്ടത്. അതുപോലെ നമുക്ക് എലിമിനേഷൻ, ഇറലവന്റ് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുന്നതും നമ്മുടെ കോംപ്രിഹെൻഷന്റെ അപ്രോച്ചിൽ വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മളുടെ ഒരു കാര്യം എന്താണ്, നമ്മൾ ഇവിടെ ഈ കോംപ്രിഹെൻഷനിലേക്ക് പോകുമ്പോൾ UPSC ഈസ് ഓൾവേസ് ട്രൈങ് ടു ഫെയിൽ യു. നിങ്ങളെ തോൽപ്പിക്കാനാണ് UPSC ശ്രമിക്കുന്നത്. അപ്പൊ UPSC പലപ്പോഴും നിങ്ങൾ ഈ അടുത്ത കാലത്തെ കോംപ്രിഹെൻഷന്റെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നത്. അപ്പോ നമ്മുടെ ഒരു ബ്രെയിനിന്റെ ഒരു പാറ്റേൺ എന്ന് വെച്ചാൽ പൊതുവെ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ, പൊതുവെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, ഇത് ടിക്കിടാനുള്ള ഒരു ടെൻഡൻസി ബ്രെയിൻ. ഇത് ശ്രദ്ധിക്കണം. നിങ്ങൾ അത്ര ഷാർപ്പാണോ എന്ന് UPSC ചെക്ക് ചെയ്യും. എങ്ങനെയാ ചെക്ക് ചെയ്യുന്നത്? ആ പാരഗ്രാഫിൽ എന്താണോ പറഞ്ഞത് അതാണ് നമുക്ക് ആവശ്യം. നമുക്ക് അല്ലാതെ ജനറൽ ഫാക്ട്സ് അല്ല. സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നുള്ളത് ശരിയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ പാരഗ്രാഫിലുള്ളത് സൺ റൈസസ് ഇൻ ദ വെസ്റ്റ് എന്നാണെങ്കിൽ അതാണ് ശരി. നമ്മളെ സംബന്ധിച്ച് ശരി. നമ്മളെ സംബന്ധിച്ച് ആ പാരഗ്രാഫിൽ എന്താണോ അതാണ് ശരി. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. കാര്യം UPSC ഈസ് ഓൾവേസ് ട്രൈങ് ടു ഫെയിൽ യു. നിങ്ങളെ തോൽപ്പിക്കാനാണ് UPSC നിരന്തരം ശ്രമിക്കുന്നത്. കാര്യം അവർക്ക് ഈ പ്രിലിം എന്ന് പറയുന്ന എക്സാമിൽ പരമാവധി ആളുകളെ ഒഴിവാക്കണം. അല്ലാതെ അവർക്ക് മാർഗ്ഗമില്ല. കാര്യം ഒരു 5-6 വർഷം മുമ്പ് കേവലം 2 ലക്ഷം പേര് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നതിന്റെ രീതി മാറി. അതിപ്പോ 10 ലക്ഷത്തിലേക്ക് എത്തി. 10 ലക്ഷത്തിൽ 5 ലക്ഷം പേര് എക്സാം എഴുതുന്നുള്ളൂ. ഒരു 10 വർഷം മുമ്പ് ശരാശരി എക്സാം എഴുതിയിരുന്ന 5 ലക്ഷം പേര് 2 ലക്ഷം പേരാണ്. അപ്പൊ 2ൽ നിന്ന് 5ലേക്ക് എത്തിയപ്പോ പക്ഷെ പാസ്സാവുന്നവരുടെ എണ്ണം സെയിം ആണ്, സംവാട്ട് സെയിം ആണ്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 15,000 to 17,000 ആണ് പ്രിലിംസിന്റെ പാസ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ 15,000നെ അവർക്ക് ചൂസ് ചെയ്യാൻ അവർക്ക് എന്താ മാർഗം? എക്സാം കൂടുതൽ ടഫ് ആക്കുക. ഇങ്ങനെ കുറെ നമ്മളെ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ക്യൂസ് തരും. അപ്പൊ അവിടെ നമ്മൾ അലേർട്ട് ആയിരിക്കണം. UPSC ഇത്തരത്തിലൊക്കെ ക്വസ്റ്റ്യൻസ് ഇടാമെന്ന് നമ്മൾ കൃത്യമായിട്ടും നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ പാരഗ്രാഫിലെ സെൻട്രൽ തീം ആദ്യം മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഫാക്ട്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇറേഴ്സ് ഉണ്ടാവും. അപ്പോഴൊക്കെ നമ്മളെ പലപ്പോഴും നമ്മുടെ ആ ഒരു നമ്മളെ ലക്ഷ്യത്തിലേക്ക് നയിക്കേണ്ട ഒരു കാര്യം അതിന്റെ തീം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത്. നിങ്ങൾ ഏതൊരു പാരഗ്രാഫ് എടുത്താലും ഒരു നോവൽ എടുത്താലും അതിനൊരു തീം ഉണ്ടാവും. സംടൈംസ് ദേ ആർ ടോക്കിംഗ് അബൌട്ട് GDP, സംടൈംസ് ദേ ആർ ടോക്കിംഗ് അബൌട്ട് എക്കണോമിക് ഗ്രോത്ത്, സംടൈംസ് ദേ ആർ ടോക്കിംഗ് അബൌട്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. അപ്പൊ ആ കോമൺ തീം എന്താണെന്നുള്ളത് യു ഹാവ് ടു ഐഡന്റിഫൈ ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ കോമൺ തീം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം. സോ ദിസ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പേപ്പർ. യു ഹാവ് ടു ഗിവ് adequate attention. You have to give adequate time for comprehension. അപ്പോൾ ഇത് കൃത്യമായിട്ട് സ്ട്രാറ്റജി റെഡി ആയി കഴിഞ്ഞാൽ CSAT wouldn't be a big issue for you. You can easily score good marks. നിങ്ങൾക്കൊരു മികച്ച സ്കോറിലേക്ക് എത്താം. അപ്പോൾ എന്തൊക്കെയാണ് പൊതുവെ ഈ കോംപ്രിഹെൻഷൻ പേപ്പറിൽ UPSC എടുക്കുന്ന തീംസ് എന്തൊക്കെയാണ്, എവിടെ നിന്നാണ് ഇത് വരുന്നത്? പൊതുവെ കാണുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഏതാണ്ട് 8ഓളം ടോപ്പിക്സ് ആണ്. എക്കോളജി, എൻവയോൺമെന്റ്, ജോഗ്രഫി, ഇത്തരത്തിലുള്ള പാരഗ്രാഫ്സ് വരാം. ഇപ്പോ പത്രത്തിലൊക്കെ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ ജോഷി മതിലെ ഇഷ്യൂ വന്നു, അതൊരു പാരഗ്രാഫ് ആയിട്ട് അതിന്റെ ഒരു പാരഗ്രാഫ് വേണേൽ അവർ കട്ട് ചെയ്തിട്ട് എടുത്തില്ല. ദെൻ സോഷ്യൽ ഇഷ്യൂസ് പൊതുവെ കാണുന്നതാണ്. When we look into previous year's question papers, we can identify these topics there. Then politics, health and nutrition. Sometimes they are asking economics. In most of the question papers, you can see plenty of questions from the topic economics. So that is also important. That is why I suggest you to read economic newspapers like Economic Times or Business Line. ഇപ്പോൾ എനിക്കറിയാവുന്ന ഒരു സ്റ്റുഡന്റ് ഉണ്ട്, അയാൾ ബാക്ക് ടു ബാക്ക് കോംപ്രിഹെൻഷന്റെ മാർക്ക് മാത്രം വെച്ച് പ്രിലിം പാസ്സാവുന്നതാണ്. എപ്പോഴും CSAT അയക്ക് 2 ക്വസ്റ്റ്യൻ, ഈ മാത്സിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ മാക്സിമം 5 ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടത്തുള്ളൂ. പക്ഷെ എല്ലാ വർഷവും അയാൾ പ്രിലിം പാസ്സാവും. CSAT അദ്ദേഹത്തിന്റെ അപ്രോച്ച് തന്നെ കോംപ്രിഹെൻഷൻ എംഫസൈസ് ചെയ്തിട്ടുള്ള അപ്രോച്ചാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞു, ഞാൻ എക്കണോമിക് ടൈംസ് വായിക്കും, ഞാൻ ബിസിനസ് ലൈൻ വായിക്കും, ഞാൻ 3 ന്യൂസ് പേപ്പർ ഡെയിലി വായിക്കും, ഹിന്ദുവും വായിക്കും. ഇതെന്റെ ഈ പാരഗ്രാഫ്സ് വായിക്കാൻ എന്നെ സഹായിക്കുന്നു. നിങ്ങളുടെ വൊക്കാബുലറി കൂടും തോറും നിങ്ങൾക്ക് റീഡിംഗ് കോംപ്രിഹെൻഷൻ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ, നിങ്ങളുടെ വൊക്കാബുലറി കുറവാണോ നിങ്ങളുടെ റീഡിംഗ് കോംപ്രിഹെൻഷൻ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ കുറയും. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ പത്രം വായിക്കുമ്പോൾ
നിങ്ങൾക്ക് ഏതെങ്കിലും വാക്ക് അറിയില്ല എങ്കിൽ യു ഹാവ് ടു നോട്ട് ഇറ്റ് ഡൗൺ. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് പർട്ടിക്കുലർ വേർഡ്? വി ഹാവ് ഓൺലൈൻ ഡിക്ഷണറീസ് നൗ. പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഞങ്ങൾ ഡിക്ഷണറി അടുത്ത് ഇങ്ങനെ വെച്ചിട്ടാണ് വായിക്കുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വി ഹാവ് പ്ലെന്റി ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻസ്, ഓൺലൈൻ ഡിക്ഷണറീസ് ആർ ദെയർ. കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് കിട്ടും. അപ്പോൾ ഓരോ ദിവസവും പത്രം വായിക്കുമ്പോൾ യു ഹാവ് ടു ഇംപ്രൂവ് ദ നമ്പർ ഓഫ് വേർഡ് കൗണ്ട്സ് ലൈക്ക് യുവർ വൊക്കാബുലറി. അപ്പൊ അതും ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മൾ സാർ സൗണ്ട് കുറവാ, ശരിക്കും കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? No, sir, we are not. We are able to. ഓക്കെ ഓക്കെ, അല്ല സാർ കേക്കാം. കേൾക്കാം എനിക്ക് അല്ലേ? സാർ ക്ലിയർ ആണ്. അജിന, അപ്പൊ അജിൻ അവിടുത്തെ ഇഷ്യൂ ആയിരിക്കും. അജിൻ ഒന്ന് നോക്കാം, അവിടെ അജിന്റെ സ്പീക്കർ ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കൂ. അല്ല സാർ, ക്ലാരിറ്റി ഉണ്ട്, പക്ഷെ വോളിയം കുറവാ, അതാ പ്രശ്നം. ആണോ? കുറച്ചു പേർക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നു. പറയുന്ന കേൾക്കുന്നുണ്ട്, ക്ലിയർ ആണ്, നല്ലോണം കേൾക്കാൻ പറ്റും, പക്ഷെ വോളിയം കുറവാ. ആണോ? അതെന്താണോ? ഇവിടെ പക്ഷെ ഫുൾ വോളിയം ആണ് കാണിക്കുന്നത്. ഞാൻ നോക്കിയിട്ട് ഇവിടെ വോളിയം ക്ലിയർ ആണ് സാർ, കേൾക്കുന്നുണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട്. ആണോ? ഓക്കെ, അപ്പൊ കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്. സാർ പിന്നെ അപ്പൊ ഈ എന്തായാലും നമുക്ക് എക്കണോമിക്സ് കണ്ടിന്യൂ ചെയ്യാം. യെസ്, ഹിന്ദു പേപ്പറിലെ സെൻസെക്സ് പേജ് നോക്കിയാ പോരെ? ഹിന്ദു എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എക്കണോമിക് ടൈംസ് പോലുള്ള പത്രങ്ങൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു വീക്കിൽ 1-2 ദിവസമെങ്കിലും നോക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ എക്കണോമിക് റിലേറ്റഡ്, ഇപ്പൊ ഹിന്ദുവിലെ ബിസിനസ് പേജും ഒരു പരിധി വരെ ഹെൽപ്ഫുൾ ആണ് അത്തരത്തിലുള്ള പാരഗ്രാഫ്സ് ചെയ്യാൻ. പക്ഷെ കൂടുതലും എക്കണോമി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസ്, ഇങ്ങനെയുള്ള എക്കണോമി ഡെയിലീസ് കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവും. അത് വായിച്ചു പോകുന്നത് നമുക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് എക്കണോമിക് ടൈംസിന്റെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ വരുന്ന ന്യൂസ്, മഹീന്ദ്രയുടെ സെൻസെക്സ് റിപ്പോർട്ട്, അതെല്ലാം നോക്കും. സെൻസെക്സ് റിപ്പോർട്ടിനേക്കാൾ കൂടുതൽ ഇപ്പൊ ഞാൻ പറയുന്ന പ്യുവർ എക്കണോമിക് ആർട്ടിക്കിൾ ഇല്ല. ഇപ്പൊ കൺട്രിയുടെ എക്കണോമിക് ഗ്രോത്ത് എങ്ങോട്ടേക്കാണ്, ഇപ്പൊ ഒരു സ്റ്റാഗ്നേഷൻ ഫേസിലാണോ, ഒരു ഹൈപ്പർ ഇൻഫ്ലേഷന്റെ ഘട്ടത്തിലാണോ, അല്ലെങ്കിൽ ഹൗ ടു ബൂസ്റ്റ് എക്കോണമി, ഇങ്ങനെയുള്ള ജനറൽ ആർട്ടിക്കിൾസ് നമ്മൾ കൂടുതലായിട്ട് പറ്റുവാണെങ്കിൽ നല്ലതാണ്. ഇറ്റ് ഈസ് ഗുഡ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പൊ റീഡിംഗ് കോംപ്രിഹെൻഷനിലേക്ക് പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ആദ്യത്തെ കാര്യം എന്താണ്? ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ക്രക്സ് ഓഫ് ദ പാസേജ്. വാട്ട് ഡു യു മീൻ ബൈ ക്രക്സ് ഓഫ് ദ പാസേജ്? എന്താണ് ഈ ക്രക്സ് ഓഫ് ദ പാസേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രക്സ് ഓഫ് ദ പാസേജ് എന്ന് വെച്ചാൽ എല്ലാ പാരഗ്രാഫും ഒരു തീം ബേസ്ഡ് ആണ്. റീഡിംഗ് കോംപ്രിഹെൻഷനിലെ ഏറ്റവും പോസിറ്റീവ് സംഗതി എന്ന് പറയുന്നത് they won't give big paragraphs like ഒരു ഫുൾ ആർട്ടിക്കിൾ ഉള്ള ഒരു 5-8-10 പാരഗ്രാഫ് അല്ല തരുന്നത്. ദീസ് ആർ ഷോർട്ട് പാരഗ്രാഫ്സ്. സോ ഒരു തീം അതിനുണ്ടാവും. ആ തീം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. പിന്നെ അടുത്ത് ഇവർ ട്വിസ്റ്റ് ഇടുന്ന ഒരു പരിപാടി എന്താന്ന് ചോദിച്ചാൽ 4 ഓപ്ഷൻസിൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത എന്നാൽ പാരഗ്രാഫിൽ ഇല്ലാത്ത ഓപ്ഷൻസ് എടുക്കും. സേ ഫോർ എക്സാമ്പിൾ, ഇഫ് ദേ ആർ ടോക്കിംഗ് അബൌട്ട് ഇൻഫ്ലേഷനെ കുറിച്ചായിരിക്കും പാരഗ്രാഫ്, പക്ഷെ ഇൻഫ്ലേഷനുമായിട്ട് ഡയറക്റ്റ് ആ പാരഗ്രാഫിൽ ഇല്ല. എന്നാൽ ഒരു പക്ഷെ GDP, നമ്മൾ എക്കണോമിക്സ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ ടേംസ് ഒക്കെ സിമിലർ ആയിട്ട് ചിലപ്പോൾ തോന്നും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഏരിയയിൽ നിന്ന് ഒരു ഓപ്ഷൻ എടുത്തങ്ങിട്ട് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ. കോംപ്രിഹെൻഷനിൽ പലപ്പോഴും കൺഫ്യൂസ് ചെയ്യിക്കൽ. സാറേ, സിസാറ്റിന്റെ ഒരു ടെക്സ്റ്റ് ഞാനിപ്പോ നോക്കുന്നുണ്ട്. അതിന്റെ അകത്തപ്പോ പാസേജിന്റെ ഇത് നോക്കിയപ്പോഴ് അവര് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോ അതിന്റെ അകത്ത് കാണിച്ചിരിക്കുന്നത് ആദ്യത്തെ ഈ 3 ഇതായിട്ട് ചോദിക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട ചോദിച്ചിട്ട് ഇടയ്ക്കൊരു ഇത് വരുന്നത് അതുമായിട്ട് ബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻസ്. അല്ല, അതൊക്കെ ഇപ്പോഴത്തെ പാറ്റേണിൽ അത് പൂർണ്ണമായിട്ടും അങ്ങനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത്ര ഈസി അല്ലേ? നമ്മളിപ്പോ നമുക്ക് ലൈവ് ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ വർഷത്തെയും തൊട്ട് മുമ്പത്തെയും നമ്മളിപ്പോ ലൈവ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഈ സെഷൻ ഇടയ്ക്ക് ഇപ്പൊ തന്നെ ലൈവ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു പോകും. അപ്പൊ നമുക്ക് നമ്മളിപ്പോ ഈ റീഡിംഗ് കോംപ്രിഹെൻഷനിൽ ആദ്യത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ഏത് ടൈപ്പ് ആണെന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ ഒന്ന് നോക്കിയാട്ടെ, നമുക്ക് നിങ്ങൾ പാരലി എഴുതിയെടുത്ത് പോവുക. ആദ്യം വരുന്നത് PBQ, പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം വരുന്നത്. ഒന്നാമത്തെ ഘട്ടത്തിലുള്ളതാണ് പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് PBQ. 2 തീം ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. 3 എന്ന് പറയുന്ന ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, IBQ, ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ഈ 3ഉം നമ്മൾ അതിൽ അപ്രോച്ച് ഏത് രീതി വേണം? സെയിം അപ്രോച്ച് മതിയോ, ഓർ ഡു വി നീഡ് ഡിഫറെന്റ് അപ്രോച്ച്? ഇത് നമ്മളൊന്ന് കാണാൻ പോവുകയാണ്. നമ്മളെ സംബന്ധിച്ച് അപ്രോച്ച് ഏത് രീതിയിൽ വേണം? 3 ഒരു അപ്രോച്ച് മതിയോ,
അതോ നമുക്ക് ഒരു ഡിഫറെന്റ് അപ്രോച്ച് ആണോ നമുക്ക് ഇവിടെ ആവശ്യം എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോ ആദ്യത്തെ ഇതിലേക്ക് നമുക്ക് പോകാം. പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. വാട്ട് ഡു യു മീൻ ബൈ പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ? പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പൊതുവെ വളരെ ഈസി ആയിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ എന്താണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഒരു പാസേജ് തന്നിട്ടുണ്ട്, ആ പാസേജിലേക്ക് ഡയറക്റ്റ് ഉത്തരം എഴുതുന്ന ഒരു രീതി. പാസേജ് എന്താണോ തന്നിരിക്കുന്നത് അത് നമ്മൾ എഴുതുന്നു. അത്ര ഒരു ഒരിക്കലും ഒരു ടഫ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈസി ആയിട്ട് ഇപ്പൊ നമ്മൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ UPSC എല്ലാ വർഷവും ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അത്തരം ക്വസ്റ്റ്യൻസിലേക്ക് കൂടെ ഒന്ന് പോകാം. അപ്പൊ ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ആ ക്വസ്റ്റ്യന്റെ ഒരു അപ്രോച്ച് എന്ത് വേണം എന്നുള്ളത് നമ്മളിപ്പോൾ ഒന്ന് കാണാൻ പോകും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ പാരഗ്രാഫ് തരും. നിങ്ങൾ സ്കൂളിലൊക്കെ നിങ്ങൾക്ക് കോംപ്രിഹെൻഷൻ പേപ്പർ ഉണ്ടായിരുന്നോ? ചെറിയ ക്ലാസ്സിൽ ഇംഗ്ലീഷിന്റെ കോംപ്രിഹെൻഷൻ പേപ്പർ ഇല്ലായിരുന്നു? ഇംഗ്ലീഷ് പേപ്പർ 2-ലൊക്കെ കോംപ്രിഹെൻഷൻ ഉണ്ടായിരുന്നു. അത് പൊതുവെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേപ്പർ ആയിരുന്നു, ഏറ്റവും ഇഷ്ടമില്ലാത്ത പേപ്പർ ആയിരുന്നു? ഇംഗ്ലീഷ് പൊതുവെ ഇഷ്ടമില്ലാത്ത പേപ്പർ. ആണോ? ഇഷ്ടമില്ലായിരുന്നു. ഇഷ്ടമാണ് പൊതുവെ. എന്ന് വെച്ചാൽ അത് ടഫല്ല. മലയാളം കോംപ്രിഹെൻഷനും ഉണ്ട് മലയാളത്തിലൊക്കെ. എന്ന് വെച്ചാൽ അതിനൊന്നും പഠിക്കണ്ട, ആ പാരഗ്രാഫിൽ തന്നെ ഡയറക്റ്റ് ഉത്തരം കൊടുത്തിട്ടുണ്ട്, എടുത്ത് എഴുതിയാൽ മതി. അല്ലെ? അങ്ങനല്ലായിരുന്നോ അത്? ആണോ? അല്ലേ? സെയിം തന്നെ UPSC ചോദിക്കും. ഇപ്പൊ ഇത് സിവിൽ സർവീസ് പരീക്ഷ എന്ന് പറഞ്ഞ അവരങ്ങനത്തെ ഒഴിവാക്കുന്നില്ല. ഡയറക്റ്റ് തന്ന് ആ പാരഗ്രാഫ് നല്ല വ്യക്തമായിട്ട് നല്ല പച്ചവെള്ളം പോലെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. വെറുതെ എടുത്ത് എഴുതിയാൽ. അതാണ് നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ദെൻ ദ സെക്കൻഡ് വൺ, ഇവിടെ അപ്രോച്ച് കുറച്ചുകൂടെ വേണം. നമുക്ക് ഒരു അനലിറ്റിക്കൽ സ്കിൽ ആവശ്യം. ഇതാണ് തീം ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം പാരഗ്രാഫുകളുടെ ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഇത് നമ്മൾ വായിച്ചു തുടങ്ങി നമ്മൾ അവസാനം ആകുമ്പോഴേക്കും ആദ്യം എന്താണോ വായിച്ചത് അത് തലേന്ന് പോകും. ആദ്യം വായിച്ച ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാവില്ല. അപ്പോ ആ തീമിൽ തന്നെ ഫോക്കസ്ഡ് ആവുക എന്നുള്ളത് വളരെ പ്രധാനം. ഇവിടെ ഫോക്കസ് അറ്റൻഷൻ വേണം. നിങ്ങളുടെ ആ ഒരു കോൺസെൻട്രേഷൻ വളരെ പ്രധാനം. തീം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാണ്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അതാണ് തീം ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ മെയിൻ തീം എന്താണ് എന്നാണ് മനസ്സിലാക്കുക. പാസേജിന്റെ തീം മനസ്സിലാക്കുക, മെയിൻ ഐഡിയ എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഇനി അടുത്ത ഘട്ടത്തിൽ വരുന്നതാണ് ഏറ്റവും ടഫ് എന്ന് പറയാവുന്ന ക്വസ്റ്റ്യൻസ്. ഇതേതാണ്? ഈ പാരഗ്രാഫ്സ് ആണ് ഏറ്റവും ടഫ്. എന്തുകൊണ്ടാണ് ഈ പാരഗ്രാഫ് ടഫ് ആവുന്നത്? എന്തുകൊണ്ടാണ് ഈ പാരഗ്രാഫ് ടഫ് ആവുന്നത്? ഈ പാരഗ്രാഫ് എന്തുകൊണ്ടാണ് ടഫ് ആവുന്നത്? അവര് ഇൻഡയറക്റ്റ് ആയിട്ടാണ് തരുന്നത്. എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്നത്. ഇൻഡയറക്റ്റ് എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ഒരു ഘട്ടത്തിലും അവർ പറയില്ല. അവർ ഒരിടത്തും ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്തില്ല. അവര് തീർച്ചയായിട്ടും വളരെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള രീതിയിലേക്കാണ് പറയുന്നത്. അപ്പൊ ഈ ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, അതിനൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ക്വസ്റ്റ്യൻസിൽ കൊറോളറി എന്ന വാക്കുണ്ടെങ്കിൽ, ക്വസ്റ്റ്യനിൽ ലോജിക്കൽ അനാലിസിസ് എന്ന വാക്കുണ്ട്, വാട്ട് യു ഇൻഫെയർ ഫ്രം ദ പാസേജ് എന്ന വാക്കുണ്ട്, ഡെഡ്യൂസ് എന്ന വാക്കുണ്ട്, ക്വസ്റ്റ്യൻസ് ആർ ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. ഒന്ന് നോട്ട് ചെയ്യുക, ഈ വേർഡ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അപ്പൊ ഏതൊക്കെ വാക്കുകൾ ഉണ്ടെങ്കിലാണ് കൊറോളറി, ലോജിക്കൽ അനാലിസിസ്, വാട്ട് യു ഇൻഫർ ഫ്രം ദ പാസേജ്, ഡെഡ്യൂസ്, ഈ വാക്കുകൾ ഉണ്ട് എങ്കിൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദീസ് ആർ ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതെന്ത് ക്വസ്റ്റ്യൻ ആണ്? ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ അത്യാവശ്യം നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലാണ് ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം പറയാം, ഇവിടെ ഒരു ടീച്ചർ പഠിപ്പിച്ചു തരുന്ന സംഗതിയല്ല. ടീച്ചർക്ക് നിങ്ങൾക്ക് ഇൻസൈറ്റ്സ് തരാനേ പറ്റത്തുള്ളൂ. ഇതിന്റെ രീതി ഇതാണ്, അപ്രോച്ച് ഇതാണ്, തിയറി ഇതാണ്. ബാക്കി നമ്മുടെ പ്രാക്ടീസ് ആണ് ഇവിടെ നമ്മളെ കൃത്യമായിട്ടും നമ്മുടെ ആൻസറിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ഒരു അപ്രോച്ചിലേക്ക് നമുക്കൊന്ന് പോകാം. സോ ഓരോ ഫോർ എക്സാമ്പിൾ ഈ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നതിന് പകരം അതിന് ഇൻഡയറക്റ്റ് നമ്മളിപ്പോ അതിന്റെ ഇൻഫറൻസിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ കാണും. നമുക്കിവിടെ അത്തരത്തിലുള്ള ലൈവ് ക്വസ്റ്റ്യൻസിലേക്കൂടെ നമുക്ക് ഞാനൊരു ലൈവ് ക്വസ്റ്റ്യൻ ഇവിടെ ഇടുകയാണ്. ഇത് വളരെ പെട്ടെന്ന് വായിക്കാം.
flamingos in large flock. പെട്ടെന്ന് ഇവിടെ ഈ കീ വേർഡ്സ് പെട്ടെന്ന് വട്ടമിട്ട് പോണേ. കോംപ്രഹെൻഷന്റെ ഒരു അപ്രോച്ചാണ്. കീ വേർഡ്സ് പെട്ടെന്ന് വട്ടമിട്ട് രണ്ട് അപ്രോച്ചിലേക്ക് പോകും. ചിലർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ക്വസ്റ്റ്യൻ ആദ്യം വായിച്ചിട്ട് ആൻസർ കീ രണ്ടാമത് പോകും. ആദ്യം കീ വേർഡ്സ് വട്ടം ഇട്ടിട്ട്. ഇതെന്തായാലും ഒരു ചെറിയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് വായിച്ചു പോകാം. ഫ്ലെമിംഗോസ് ഇൻ ലാർജ് ഫ്ലോക്ക് ഞാൻ വട്ടം ഇട്ടു. ഇൻ ദ വൈൽഡ് ആർ സോഷ്യൽ എക്സ്ട്രീംലി ലോയൽ. ഫ്ലെമിംഗോസ് എന്ന് പറയുന്ന ഒരു പക്ഷിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം ഉണ്ടാവും. അല്ലെങ്കിൽ ഫ്ലെമിംഗോസ് എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ ബുദ്ധിമുട്ട് വരും. അതാണ് നമുക്ക് റീഡിങ്ങിൽ നിന്ന് കിട്ടുന്ന ഒരു ജനറൽ ആയിട്ട്. ദേ പെർഫോം ഗ്രൂപ്പ് മേറ്റിംഗ് ഡാൻസസ്. ഫ്ലെമിംഗോസ് വളരെ സോഷ്യലാണ്, വിശ്വസ്തത പുലർത്തുന്ന പക്ഷികളാണ്. അത് ഫ്ലോക്ക് ആയിട്ടാണ്. നിങ്ങൾ ഈ വൈകുന്നേരമൊക്കെ പക്ഷികൾ ഇങ്ങനെ ഒരുമിച്ച് ആകാശത്തൂടെ പറക്കുന്നത് കണ്ടിട്ടില്ലേ? അതിനെയാണ് ഫ്ലോക്ക് എന്ന് പറയുന്നത്. അത് ഗ്രൂപ്പ് മേറ്റിംഗ് ഡാൻസസ് നടക്കും. എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പൊ ഈ റിഡ്ലി ടൈറ്റിൽസ് ഒക്കെ ഒരുമിച്ച് വന്നിട്ട് മുട്ടയിടുന്ന പോലെ മേറ്റിംഗ് ഇത് ഒരുമിച്ചാ ചെയ്യും. മേറ്റിംഗ് ഡാൻസസ് ഒരുമിച്ച്. പേരൻസ് ആർ ഫോണ്ട് ഓഫ് ദെയർ ചിക്സ്. ചിക്സ് എന്നുള്ളത് മുട്ടയിടുക. ചിക്സ് എന്ന് വെച്ചാൽ എന്താണ്? കുഞ്ഞുങ്ങൾ. അപ്പൊ ആ മീനിങ് കിട്ടാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ നേടിയെടുക്കണം. ഗ്യാതറിംഗ് ദം ഇൻ ടു ക്രഷേഴ്സ്. വാട്ട് ഈസ് ക്രഷർ? എന്താണ് ക്രഷേഴ്സ് എന്ന് വെച്ചാൽ? സാധാരണ നമ്മൾ ക്രഷേഴ്സ് എവിടെയാ കാണാറുള്ളത്? ഫാക്ടറികളിലും മറ്റൊക്കെ ക്രഷേഴ്സ് നിർബന്ധമാണ്. എന്തിനാണ്? കുഞ്ഞുങ്ങളെ, തൊഴിലാളികളുടെ കുഞ്ഞുങ്ങളെ ക്രഷേഴ്സിലാണ് ഇടാൻ വേണ്ടി, നോക്കാൻ വേണ്ടി. അപ്പൊ എന്താണ്, അവര് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളാണ്. അവർ ഒരുമിച്ച് ചേർന്ന് ക്രഷേഴ്സിൽ പ്രൊട്ടക്ട് ചെയ്യും കുഞ്ഞുങ്ങളെ. വൈൽ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലൈ ഓഫ് ടു സെർച്ച് ഫോർ. മെയിലും ഫീമെയിലും കൂടെ എന്തിനു പോകുമ്പോൾ? ഫുഡ് തേടി പോകുമ്പോൾ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി. വിച്ച് among the following is most logical corollary? അപ്പൊ ഇവിടെ എന്ത് വന്നു? ക്വസ്റ്റ്യനിൽ എന്ത് വന്നു? ഏത് വേർഡ് വന്നു? തൊട്ട് പറഞ്ഞിരുന്നു. കൊറോളറി എന്നുള്ള വേർഡ് വന്നാൽ അതെന്താവും? അത് ഡയറക്റ്റ് ആണോ, ഇൻഫറൻസ് ബേസ്ഡ് ആണോ? ഇൻഡയറക്റ്റ് അല്ലേ? ഇൻഡയറക്റ്റ് ആണ്, ഇൻഫറൻസ് ആണ്. അപ്പൊ ഇത് ഡയറക്റ്റ് അല്ല വരുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ട് ഈ പാരഗ്രാഫ് വായിച്ച് അതിന്റെ മീനിങ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. Which among the following is the most logical corollary to the above passage? Option number A. Mass nesting in all species of bird is essential to ensure complete survival of their offspring. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, ഈ കോംപ്രിഹെൻഷനിൽ ഓൾ, മസ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാവരും അല്ലെ മസ്റ്റ്, ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള ചില സെന്റൻസസ് ഒക്കെ വന്നാൽ ആ ഒരു ഓപ്ഷൻ മിക്കവാറും തെറ്റാനുള്ള പോസിബിലിറ്റി കൂടുതൽ. വി ആർ നോട്ട് ടോക്കിംഗ് അബൌട്ട് ഓൾ സ്പീഷീസ് ഹിയർ. വി ആർ ടോക്കിംഗ് അബൌട്ട് ഓൺലി ഫ്ലെമിംഗോസ് ഹിയർ. യെസ് ഓർ നോ? ആണോ അല്ലയോ? നമ്മളിവിടെ ഓൾ സ്പീഷീസിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? ഇല്ല. വി ആർ ടോക്കിംഗ് അബൌട്ട് ഓൺലി ഫ്ലെമിംഗോസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു? ആദ്യം വായിച്ചപ്പോൾ തന്നെ ആദ്യത്തെ ഓപ്ഷൻ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വിട്ടുകളയാണ്. We are not talking about all species here. We are talking about only flamingos. അപ്പൊ ഓപ്ഷൻ നമ്പർ എ ഞാൻ വിട്ടി. ഇനി രണ്ടിലേക്ക് പോവുകയാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ആദ്യമേ സൂചിപ്പിച്ചു, മസ്റ്റ്, ഓൺലി അല്ലെങ്കിൽ ഓൾ, ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാവാനാ സാധ്യത. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വളരെ സ്പീഡിൽ ഒന്ന് വായിച്ചേ. Only birds have the capacity to develop social behavior and thus can do mass nesting to raise their chicks in safety. നിങ്ങൾ മ്യൂട്ട് ചെയ്തിട്ട് വായിച്ചാൽ മതി. യെസ്. അപ്പൊ നോക്കൂ, അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ രണ്ടാമത് പറയുന്നത് എന്താ? ബേർഡ്സിന് മാത്രമേ കപ്പാസിറ്റി ഉള്ളൂ. എന്തിനാണ്? സോഷ്യൽ ബിഹേവിയർ ഡെവലപ്പ് ചെയ്യാൻ. സോഷ്യൽ ബിഹേവിയർ എന്ന് വെച്ചാൽ ഒരുമിച്ച് ചേർന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നു. ഇപ്പൊ ഒരു കാക്കയ്ക്ക് ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ ആ കാക്ക എല്ലാ കാക്കകളെയും വിളിച്ചു കൂട്ടും. അതൊരു സോഷ്യൽ ബിഹേവിയറാണ്. അല്ലെങ്കിൽ ഒരു കാക്ക വീണു, ലൈൻ കമ്പിയെ തട്ടി താഴെ വീണു, ഉടനെ ആ കാക്കകളെല്ലാം കൂടെ ഒരുമിച്ച് കൂടും. സോഷ്യൽ ബിഹേവിയറാണ്. അപ്പൊ പറയുന്നത് എന്താണ്? ഓൺലി ബേർഡ്സ് ഹാവ് ദ കപ്പാസിറ്റി ടു ഡെവലപ്പ് സോഷ്യൽ ബിഹേവിയർ. ഞാൻ മുഴുവൻ വായിക്കാൻ പോലും നിൽക്കുന്നില്ല. കാര്യം എന്താണ്? ഇവിടെ നമ്മൾ ഓൺലി ബേർഡ്സിനെ കുറിച്ചല്ല പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് എന്തിനെ കുറിച്ചാണ്? ഇവിടെ ഒന്ന് ഫ്ലെമിംഗോസിനെ കുറിച്ചാണ് പറയുന്നത്. രണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു ഒരാശയം ഇവിടെ വരുന്നില്ല. ബേർഡ്സിന് മാത്രമേ സോഷ്യൽ ബിഹേവിയർ ഉള്ളൂ, അതുപോലെ അവർക്ക് മാത്രമേ മാക്സ് നെസ്റ്റിങ്ങിനുള്ള കപ്പാസിറ്റി ഉള്ളൂ, അവർക്ക് മാത്രമേ ചിക്സിനെ, കുഞ്ഞുങ്ങളെ സേഫ്റ്റി വളർത്താൻ പറ്റുന്നുള്ളൂ എന്നാണ് രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത്. ഈ പാരഗ്രാഫിൽ അങ്ങനെ ഒരു അർത്ഥം വരുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. പെട്ടെന്ന് അത് വെട്ടിക്കളയുക. ആ ഓപ്ഷൻ നമ്മൾ വെട്ടിക്കളയുക. കാര്യം പാരഗ്രാഫ് എങ്ങനെ പറയുന്നില്ല. ഇത് ശരിയായിരിക്കാം,
തെറ്റായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, പക്ഷെ പാരഗ്രാഫിൽ പറയുന്നില്ല. ഇനി അടുത്തത് നോക്കൂ, മൂന്നാമത്തെ ഓപ്ഷൻ നോക്കൂ. സോഷ്യൽ ബിഹേവിയർ ഇൻ സം സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഇൻക്രീസസ് ദ ഓഡ്സ് ഓഫ് സർവൈവൽ ഇൻ ആൻ അൺസേഫ് വേൾഡ്. മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് എന്താണ്? സോഷ്യൽ ബിഹേവിയർ, സാമൂഹികമായ പെരുമാറ്റം ചില സ്പീഷീസിലുള്ള ബേർഡ്സിന്റെ സർവൈവൽ ചാൻസസ് ഒരു അൺസേഫ് വേൾഡിൽ കൂട്ടും. ഇപ്പൊ ഈ ഫ്ലെമിംഗോസ് അച്ഛനും അമ്മയും കൂടെ ഭക്ഷണം തേടി പോവുകയെന്ന് വിചാരിക്കുക. ഭക്ഷണം തേടി പോകുമ്പോൾ ആ പക്ഷി കുഞ്ഞുങ്ങളെ നോക്കാൻ ആരും ഇല്ലെങ്കിൽ ഒരു പാമ്പ് വന്ന് അല്ലെങ്കിൽ ഒരു കഴുകൻ വന്ന കുഞ്ഞുങ്ങളെ റാഞ്ചിക്കൊണ്ട് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് ഒരു അൺസേഫ് വേൾഡിൽ. എന്നാൽ സോഷ്യൽ ബിഹേവിയർ ഉള്ളതുകൊണ്ട് എന്താണ്, ഇവിടെ ഒരു ക്രഷേഴ്സ് ഇവരുണ്ടാക്കും. എന്നിട്ട് അച്ഛനും അമ്മയും ഭക്ഷണം തേടി പോകുമ്പോൾ മറ്റു പക്ഷികൾ അവരെ സംരക്ഷിക്കും. അപ്പോ എനിക്ക് തോന്നി ഓപ്ഷൻ സി ഏതാണ്ട് ശരിയാണോ തെറ്റാണോ? എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? എന്ത് തോന്നുന്നു? എന്ത് തോന്നുന്നു? സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് തോന്നുന്നുണ്ടോ? ശരിയാണ് തോന്നുന്നു. ശരിയാണെന്ന് തോന്നുന്നു. പക്ഷെ Yes, നമുക്ക് sir. ഒരു ഓപ്ഷനും കൂടി ഇപ്പൊ ഉണ്ട് അല്ലേ? യെസ് ഓർ നോ? അത് വായിക്കണ്ടേ? Yes. അപ്പൊ ഞാൻ തലച്ചോറിന് ഒരു സിഗ്നൽ കൊടുത്തു, ഈ ഓപ്ഷൻ സി ശരിയാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, കോംപ്രിഹെൻഷനിൽ അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, ലോ ആണ്. ഓപ്ഷനിൽ ഉള്ളതിൽ മോസ്റ്റ് സൂറ്റബിൾ അതാണ് എടുക്കേണ്ടത്. ചിലപ്പോൾ സി ശരിയായിരിക്കും, അതിനേക്കാൾ ശരിയായിരിക്കാം ഡി എങ്കിൽ ഡി എടുക്കാം. അപ്പൊ അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അതും ശ്രദ്ധിച്ചോണം. അത് വളരെ പ്രധാനപ്പെട്ട, അത്ര ഷാർപ്പായിരിക്കണം. നിങ്ങളുടെ ബ്രെയിൻ പവർ, നിങ്ങളുടെ ഫോക്കസ് അറ്റൻഷൻ ഒക്കെ അത്രയും ശ്രദ്ധിക്കുന്ന ഒരു പേപ്പറാണ് ഈ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ സി ഏകദേശം എനിക്ക് ശരിയാണെന്ന് തോന്നുന്നു. ഞാൻ ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഞാൻ ഡിയിലേക്ക് പോകുന്നു. ഒന്നുകൂടെ വായിച്ചു നോക്കിയേക്കാം. അപ്പൊ ഡി വായിച്ചപ്പോ തന്നെ ആദ്യം ഒരു സെന്റൻസ് കിടപ്പുണ്ട്. എന്താണ്? ഓൾ സ്പീഷീസ്. നമ്മളിവിടെ ഓൾ സ്പീഷീസിനെ കുറിച്ചാണോ സംസാരിക്കുന്നത്? ആണോ? അല്ല. അല്ല, നമ്മളിവിടെ അല്ല. ഫ്ലെമിംഗോസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഓൾ സ്പീഷീസ് ഓഫ് ബേർഡ് സെറ്റപ്പ് ക്രഷേഴ്സ് അതിവിടെ പറയുന്നില്ല. ഓൾ സ്പീഷീസ് ഓഫ് ബേർഡ് സെറ്റപ്പ് ക്രഷേഴ്സ് എന്ന് പറയുന്ന സെന്റൻസ് അത്രയും വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി തെറ്റാ. കാര്യം നമ്മൾ ഇവിടെ ഫ്ലെമിംഗോസ് ക്രഷേഴ്സ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. സോ ഓപ്ഷൻ ഏതാ ശരിയായിട്ട് വരിക ഇതില്? സി അത് ആണ്. ഓപ്ഷൻ സി ശരിയായ ഉത്തരവാദിത്വം. അപ്പൊ ഈ ഒരു പാറ്റേൺ മൈൻഡിനെ പഠിപ്പിക്കുക, അതാണ് നമുക്ക് റീഡിംഗ് കോംപ്രിഹെൻഷനിൽ ആവശ്യം. നമ്മുടെ തിങ്കിങ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രധാനം. തിങ്കിങ് പലരുടെയും ശരിയായ രീതിയിലാവണമെന്നില്ല കേട്ടോ, പലരുടെയും തെറ്റായ രീതിയിലേക്ക് തിങ്കിങ് വരും. അപ്പൊ ആ തിങ്കിങ് ശരിയായ രീതിയിലാക്കുക. ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ ചില ക്രിമിനൽസ് ഒക്കെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കത്തില്ല എന്തുകൊണ്ട് ഇവരിങ്ങനെ ചിന്തിക്കുന്നു. അവർ തിങ്കിങ് തെറ്റായ രീതിയിൽ. ശരിയായ പാറ്റേണിൽ നമ്മളുടെ തോട്ട്സ് എത്തിക്കുക, ലോജിക്കലി കൃത്യമായ പാറ്റേണിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കിയേക്ക്. വളരെ പെട്ടെന്ന് നമ്മൾ പറഞ്ഞ ആ ഒരു സ്ട്രാറ്റജി വെച്ച് നമ്മൾ ഇത് ആൻസറിലേക്ക് എത്താൻ നോക്കുന്നു. ഒന്നുകൂടെ നോക്കും. ഫ്ലെമിംഗോസ് ഇൻ ലാർജ് ഫ്ലോക്ക് അല്ലെ? ഒന്ന് വായിച്ചു നോക്കും. ഫ്ലെമിംഗോസ് Flamingos in large flock in the wild are social, extremely loyal. ലോയൽ എന്ന് വെച്ചാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ മെസ്സേജസ് ഒക്കെ കിട്ടത്തില്ലേ, ചില കരിമീനിന്റെ വിശ്വസ്തതയെ കുറിച്ചും ഒക്കെ വാട്സപ്പിലൊക്കെ മെസ്സേജ് വരുന്നത്, അതാ ലോയൽറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വേഴാമ്പൽ ഭയങ്കര വേഴാമ്പൽ എന്നൊക്കെ പറഞ്ഞു, അതുപോലത്തെ ആ ഒരു ആശയമാണ്. പെട്ടെന്ന് അത് കണക്ട് ചെയ്ത് എടുത്തോണം. They perform group mating dance. Parents are very fond of their chicks. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളാണ്. Gathering them into crushes. Which parents? Flamingo parents. For protection. Why? Both males and females fly off to search for. അപ്പൊ ഇതിൽ പറയുമ്പോൾ ഓപ്ഷൻസിലേക്ക് വരുന്നു. ലോജിക്കൽ കൊറോളറി എന്നുള്ള വേർഡ് ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കി. ലോജിക്കൽ കൊറോളറി, ലോജിക്കൽ അനാലിസിസ്, കൊറോളറി, വാട്ട് ഡു യു ഇൻഫർ ഫ്രം ദ പാസേജ്, ഡെഡ്യൂസ്, ഈ വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇൻഫറൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്താണ്? ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ആൻസേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. ഡയറക്റ്റ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവില്ല, അതിന്റെ അന്തസത്ത അല്ലെ ആശയം വെച്ചിട്ട് നമ്മൾ ഉത്തരത്തിലേക്ക് പോകണം. അപ്പൊ ആദ്യം പറയുന്ന ഓപ്ഷൻ നമ്പർ, മാസ് നെസ്റ്റിംഗ് ഇൻ ഓൾ സ്പീഷീസ് of birds is essential to ensure complete survival of their offspring. Mass nesting in all species. We are not talking about all species. We are talking about flamingos only. ഒറ്റ വെട്ട് അത് കളയുന്നു.
ബിയിലേക്ക് വരുന്നു. ഓൺലി ബേർഡ്സ്. ഓൺലി ബേർഡ്സ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോണം. ഓൺലി, മസ്റ്റ് അല്ലെങ്കിൽ ഓള് ഒക്കെ വരുമ്പോൾ പറയാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ പറയുന്നത് എന്താണ്? ഓൺലി ബേർഡ്സ് ഹാവ് ദി കപ്പാസിറ്റി ടു ഡെവലപ്പ് സോഷ്യൽ ബിഹേവിയർ. ഈ പാരഗ്രാഫിൽ ഒരിടത്തും പറയുന്നില്ല ബേർഡ്സിന് മാത്രമേ സോഷ്യൽ ബിഹേവിയർ ഉള്ളൂ എന്ന് ഒരിടത്തും പറയുന്നില്ല. അപ്പൊ അതും വെട്ടിക്കളയും. 3ലേക്ക് വരുമ്പോൾ സോഷ്യൽ ബിഹേവിയർ ഇൻ സം സ്പീഷീസ് ഓഫ് ബേർഡ്സ്. സം സ്പീഷീസ് എന്ന് പറയുമ്പോൾ അതിൽ ഫ്ലമിംഗോസും വരും. സം സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഇൻക്രീസ് ദ ഓഡ്സ് ഓഫ് സർവൈവൽ ഇൻ ആൻ അൺസേഫ്. കറക്റ്റ് ആ മീനിങ് വരുന്നു. ഫ്ലമിംഗോസിനെയും അത് ബാധിക്കുന്ന കാര്യമാണ്. അവർ ക്രഷേഴ്സ് ഉണ്ടാക്കുന്ന ഒരു സോഷ്യൽ ബിഹേവിയർ ആണ്. അത് ഒരു അൺസേഫ് വേൾഡിൽ അവരുടെ കുഞ്ഞുങ്ങളുടെ പ്രൊട്ടക്ഷൻ വർദ്ധിപ്പിക്കും. 4-മത്തേതും പറയുന്നു ഓൾ സ്പീഷീസ് ആണ്. നമുക്ക് മനസ്സിലായി ഓൾ സ്പീഷീസ് ക്രഷേഴ്സ് സെറ്റ് ചെയ്യുന്ന ഈ പാരഗ്രാഫിൽ ഒരിടത്തും പറയുന്നു. അപ്പൊ കുറച്ച് ഇൻട്രസ്റ്റിംഗ് അല്ലേ സത്യം പറഞ്ഞാൽ നമ്മൾ ഇത് ചെയ്തു പോകുമ്പോൾ? ആണോ അല്ലയോ? അതെ. രണ്ട്, നിങ്ങളുടെ ബ്രെയിൻ വർക്ക് ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനസ്സിലാവുന്നുണ്ട് സാറേ. ഇതിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ പണ്ടത്തെ തിയറി ഒക്കെ പറയുന്ന ഒരു 10-23 വയസ്സാകുമ്പോൾ പിന്നെ ബ്രെയിൻ സെൽസ് പിന്നെ ഡെവലപ്പ് ചെയ്യത്തില്ല. അപ്പൊ പുതിയ തിയറീസ് ന്യൂറോ സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചത് ഇപ്പൊ 80 വയസ്സുള്ള ആൾക്ക് പോലും ബ്രെയിൻ സെൽസ് വന്നുകൊണ്ടിരിക്കുക എന്നാ പറയുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ അത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഡീകേ ചെയ്യപ്പെട്ടു, ചീഞ്ഞു പോകുന്ന. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ നിരന്തരം ചെയ്യുകയാണെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കോൺസെൻട്രേഷൻ കൂടും. നിങ്ങൾ പഠിക്കുന്ന മറ്റു വിഷയങ്ങളും മികച്ച രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാനും ഒരു ഫോക്കസ് ഒക്കെ കിട്ടാനും ഇത്തരം ക്വസ്റ്റ്യൻസ് ലഭിക്കും. അപ്പൊ നമ്മൾ ഇനി അടുത്ത കോംപ്രിഹെൻഷനിലെ ചില സ്ട്രാറ്റജീസ് ആണ് പോകുന്നത്. ഈ വർഷത്തെ ചില ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം നമ്മൾ ഈ വർഷത്തെ ചില ക്വസ്റ്റ്യൻ നമ്മൾ നോക്കും. ആദ്യം കോംപ്രിഹെൻഷനിലേക്ക് പോകുമ്പോൾ ഒരു ആസ്പിരന്റ് ചെയ്യേണ്ട കാര്യം, ദാറ്റ് ഇസ് നോൺ ആസ്, ഇതിന്റെ ഒരു സ്ട്രാറ്റജിയാണ്, കോംപ്രിഹെൻഷന്റെ ഒരു സ്ട്രാറ്റജിയാണ്. ഇറ്റ് ഈസ് നോൺ ആസ് പ്രിവ്യൂവിംഗ്. വാട്ട് ഡു യു മീൻ ബൈ പ്രിവ്യൂവിംഗ്? Previewing means you have to look at headlines, you have to look at subheadings, you have to look at theme, or you have to you are diving into the main points. എന്താണോ തീം, എന്താണ് അല്ലെ ഹെഡിങ്സ്, എന്താണ് സബ് ഹെഡിങ്സ്, എന്താണ് ഇതിലേക്ക് നമ്മൾ പോകും. ദിസ് ഗിവ്സ് യു ആൻ ഓവർവ്യൂ അല്ലെ. അപ്പൊ എന്താണ് നമ്മൾ വായിക്കാൻ പോകുന്ന ടോപ്പിക്, അതിലേക്ക് നമ്മളെ പെട്ടെന്ന് എത്തിക്കുന്നു. ദാറ്റ് ഇസ് കോൾഡ് പ്രിവ്യൂ. ഇതിൽ ഈ ചില കുട്ടികൾ പറയും റീഡിംഗ് കൊണ്ടൊക്കെ എന്താ പ്രയോജനം, പത്രമൊക്കെ വായിക്കേണ്ട കാര്യമുണ്ടോ, ഈ അക്കാഡമികളുടെ കമ്പൈലേഷൻ നോക്കിയാൽ പോരെ. ഇപ്പോഴത്തെ ആസ്പിരൻസ് വലിയൊരു ശതമാനം സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യാത്തതിനുള്ള ഒരു കാര്യം ഈ അക്കാഡമികളുടെ കമ്പൈലേഷൻ മാത്രം നോക്കുന്ന, പത്രം വായിക്കത്തില്ല. അപ്പൊ ജനറൽ നോളജ് ഉണ്ടാവില്ല. നിങ്ങൾ 12th ഫെയിൽ എന്ന് പറഞ്ഞ സിനിമ കണ്ടോ? 12th ഫെയിൽ സിനിമ കണ്ടപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയാം. അതിനകത്ത് ഒരു സീനുണ്ട്. എന്താണ്? അതായത് ഒരു വർഷം അയാൾ പരീക്ഷ എഴുതി കഴിയുമ്പോൾ അയാൾ പറയും ഈ വർഷം ഞാൻ എന്തായാലും പാസ്സാകും. പക്ഷെ അദ്ദേഹം ടെററിസത്തിന്, ടൂറിസവും ടെററിസവും വേർഡ് മാറിപ്പോകും. എന്തെഴുതി വെക്കും? ടെററിസം എഴുതി വെക്കും. ടൂറിസം ആയിരുന്നു ക്വസ്റ്റ്യൻ. അപ്പൊ അങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഫോക്കസ് കൃത്യമായിട്ട് കൊടുക്കുക. പ്രിവ്യൂവിങ്ങില് തീം കൃത്യമായിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ആക്റ്റീവ് റീഡിംഗ് ആണ്. അപ്പോ പലപ്പോഴും പൊതുവെ കോമ്പറ്റേറ്റീവ് എക്സാംസിലെല്ലാം പറയുന്ന ഒരു കാര്യമാണ് സ്പീഡ് മാറ്റേഴ്സ് എന്ന് പറയും. പക്ഷെ കോംപ്രിഹെൻഷനിൽ സ്പീഡ് മാത്രമല്ല മാറ്റേഴ്സ്, അണ്ടർസ്റ്റാൻഡിങ് മാറ്റേഴ്സ്. മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി. നിങ്ങളുടെ വൊക്കാബുലറി, യു ഹാവ് ടു ഇൻക്രീസ് യുവർ വൊക്കാബുലറി, യു ഹാവ് ടു ഡെവലപ്പ് യുവർ വൊക്കാബുലറി. ഈച്ച് ഡേ യു ഹാവ് ടു റൈറ്റ് ഡൗൺ അറ്റ്ലീസ്റ്റ് 4 to 5 ന്യൂ വേർഡ്സ്. നിങ്ങളൊരു പത്രം വായിക്കുമ്പോൾ ഒരു വേർഡ് കണ്ടു, അതൊരു ബുക്കിൽ എഴുതി വെക്കുക. 2 തവണ ഒന്ന് യൂസ് ചെയ്യുക. യു ബിക്കം ഫെമിലിയർ അബൌട്ട് ദാറ്റ് അല്ലെ. സിനോണിംസ് ഒക്കെ നോക്കിപ്പോ, സമാനമായ മീനിങ്സ് നോക്കി. Then what is active reading? That is the second stage. In active reading, you engage with the text actively by asking questions. When you are reading comprehension, when you are reading the thing, you have to ask questions. What, when, how? പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ കണക്ട് ചെയ്തുമായി. Then make some predictions. Connect with the new information. ഒരു നല്ല മെത്തേഡ് എന്ന് പറയുന്നത് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. What is visualization? ഈ പാരഗ്രാഫിൽ പറയുന്നത് പെട്ടെന്ന് ഒരു പടമായിട്ട് മനസ്സിൽ കാണും. കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യണം. പെട്ടെന്ന് കിട്ടത്തില്ല. നിങ്ങൾ മോഹൻലാലിന്റെ ഒരു സിനിമയുണ്ട്, എനിക്ക് തോന്നുന്നു തന്മാത്രയാന്ന് തോന്നുന്നു. അതിനകത്ത് മോഹൻലാൽ ഒരു മോട്ടിവേഷണൽ ട്രെയിനർ ഒക്കെ ആയിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. ആ സിനിമ കണ്ടിട്ടുണ്ടോ? മോൻ അവസാനം IAS കിട്ടുന്ന ഒരു സിനിമ. ആ സിനിമ മോഹൻലാൽ ഒരു ടിപ്പ് പറയുന്നുണ്ട്. ആ ടിപ്പ് ഇത് തന്നെ. എന്താണ്? നിങ്ങള് ഒരു വെള്ള ആന, അദ്ദേഹം ഒരു സ്റ്റോറി പറയുന്നുണ്ട്.
നിങ്ങളപ്പോ ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് വായിച്ച പാരഗ്രാഫാണ് ഒരു 3 വിഷ്വൽ എൻ്റെ പാരഗ്രാഫ് കിട്ടും. എന്താ നമ്മൾ കാണുന്നത്? ഫ്ലെമിംഗോസ്, പക്ഷികൾ, അതെല്ലാം കൂടെ കൂട്ടമായിട്ട് പറന്നു. കൂട്ടമായിട്ട് ഡാൻസ് ചെയ്യും, മേറ്റിംഗ് ഡാൻസസ് ചെയ്യും. പിന്നെന്താ ചെയ്യുന്നത്? അത് ഇര തേടി പറക്കുമ്പോൾ കുറെ ഫ്ലെമിംഗോസ് ഇങ്ങനെ വട്ടം ഇട്ട് നിൽക്കുന്നു, സംരക്ഷണം. കുഞ്ഞു ഫ്ലെമിംഗോസ് അതിന്റെ നടുക്ക് നിൽക്കുകയാണ്. ദേ ആർ വെരി ലോയൽ, ഭയങ്കര ലോയലാണ്, സോഷ്യലാണ്. പിന്നെന്താണ്? അപ്പൊ ശത്രുക്കൾ വരുമ്പോ ഈ കൃഷി ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ശത്രുക്കൾക്ക് അല്ലെ പരുന്തിനോ പാമ്പിനോ ഒന്നും അവരെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. 2-3 വിഷ്വലില് നമുക്ക് എൻ്റെ പാരഗ്രാഫ് കിട്ടുക. യു ഹാവ് ടു ഡെവലപ്പ് സച്ച് സ്ട്രാറ്റജീസ്. Visualization is a powerful strategy to improve your speed and get into the answers. If you look at all the well-known competitive examinations, ലോകത്തിലെ ഏറ്റവും വലിയ എക്സാം എന്ന് പറയുന്നത് എന്താണ്? GMAT പോലുള്ള എക്സാംസ് ആണ്. എന്നുവെച്ചാൽ പ്രീമിയർ ബിസിനസ് സ്കൂളിലൊക്കെ അഡ്മിഷൻസ് കിട്ടും. അതിൽ കോംപ്രിഹെൻഷൻ പ്രധാനപ്പെട്ട പേപ്പറാണ്. ക്യാറ്റില് പ്രധാനപ്പെട്ട പേപ്പറാണ് കോംപ്രിഹെൻഷൻ. സിവിൽ സർവീസിൽ പ്രധാനപ്പെട്ട പേപ്പറാണ്. സോ ദർ ഈസ് സംതിങ് ബിഹൈൻഡ് ദാറ്റ്. അപ്പോ ഇതിനെ ഒരു നിസ്സാരവൽക്കരിച്ച് കാണരുത്. So the second thing, active reading. Then the third one is known as skimming and scanning. What is skimming? Skimming means you are removing the unwanted contents. What do you mean by unwanted contents? Certain contents are not required to answer the question. So if you read the questions first, you can understand that the particular content is not required. Just to വെട്ടിയിട്ട് കളഞ്ഞു, ഈവൻ പാരഗ്രാഫിൽ നിന്ന് തന്നെ വെട്ടിയിട്ട്. സ്കാനിങ് മീൻസ് എന്താണ്? ആദ്യം ക്വസ്റ്റ്യൻ നോക്കുന്നു. പണ്ടൊക്കെ ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടിരുന്നപ്പോൾ അങ്ങനെ ചെയ്തു. ആദ്യം ക്വസ്റ്റ്യൻ നോക്കും, നേരെ പാരഗ്രാഫിലേക്ക് അവിടെ അണ്ടർലൈൻ ചെയ്യും, ആൻസറിലേക്ക് അണ്ടർലൈൻ ചെയ്യും. സെയിം തിങ് യു ക്യാൻ ഡു. Scanning involves looking for specific information, especially if the paragraph is direct one, direct paragraph, direct comprehension. Then this method will definitely help you to answer the question. Skimming എന്ന് വെച്ചാൽ പെട്ടെന്ന് വിട്ട് മേജർ പോയിന്റ്സ് മാത്രം എടുത്തു പോകുന്നു. ഇപ്പൊ ഈ റീഡേഴ്സ് കണ്ടിട്ടില്ലേ, ചില ഓഫീസേഴ്സ് ഒക്കെ ഒരു പേപ്പർ കൊണ്ട് കൊടുത്താൽ അവര് സ്കിമ്മിങ് ആണ് നടത്തുന്നത്. പെട്ടെന്ന് ഇങ്ങനെ വായിച്ചു മേജർ പോയിന്റ്സ് മാത്രം വായിക്കും. കൃത്യമായിട്ട് അവർക്ക് ആ ഫയൽ പഠിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ദാറ്റ് ഈസ് കോൾഡ് സ്കിമ്മിങ്. അൺനെസസറി പോയിന്റ്സ് വിട്ട് കഴിഞ്ഞു, മേജർ പോയിന്റ്സ് മാത്രം വായിക്കുന്നു, അണ്ടർലൈൻ ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോഴും UPSC പോയിന്റ് ഓഫ് വ്യൂവിൽ സ്കിമ്മിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ നിങ്ങൾ ഹിസ്റ്ററിയുടെ ഒരു പുസ്തകം വായിക്കുന്നു, ഒരു പേജ് വായിക്കുമ്പോൾ സത്യം പറഞ്ഞ ഒരു 3 ലൈൻ അല്ലെ 4 ലൈനെ ആവശ്യമുള്ളത് കാണത്തുള്ളൂ. ബാക്കി മുഴുവൻ കഥയായി. നമുക്കൊരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ വേണ്ടത് ആ 3-4 ലൈനാണ്. അത് നമ്മൾ എടുക്കുന്ന പ്രോസസ്, ദാറ്റ് ഈസ് നോൺ ആസ് സ്കിമ്മിങ്. Then there is something called chunking. Chunk bro എന്നൊക്കെ പറയത്തില്ലേ? What is chunking? എന്താണ് chunking? Chunking means you have to break the text into smaller manageable chunks or paragraphs. What do you mean by this? രണ്ടിടത്ത് ഇത് വരുന്നുണ്ട്. എവിടെയാണ്? രണ്ടിടത്ത്. കോംപ്രിഹെൻഷൻ ഒരിടത്ത് മാത്രമല്ല, കമ്പൽസറി പേപ്പറിലും. കമ്പൽസറി ഇംഗ്ലീഷ് പേപ്പറിലും കോമ്പിനേഷൻ വരും, CSAT-ലും വരും. അവിടെയൊക്കെ വരുമ്പോൾ തരുന്ന പാരഗ്രാഫ്സ്, ഈവൻ ഒരു സെന്റൻസ് എന്ന് പറയുന്നത് വളരെ ലെങ്തിയാണ്, കടുപ്പമുള്ള സെന്റൻസ്. അത് വായിച്ചർത്ഥം എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. അർത്ഥം ഗ്രഹിച്ചെടുക്കുക തന്നെ ചിലപ്പോൾ പാടാണ്. എസ്പെഷ്യലി ഡ്യൂറിങ് ദിസ് ടൈം, വാട്ട് യു ഹാവ് ടു ഡു? യു ഹാവ് ടു ബ്രേക്ക് ഇറ്റ് ഇൻ ടു സ്മോൾ പാരഗ്രാഫ്സ്. സ്മോൾ പാരഗ്രാഫ്. അതെങ്ങനെ ഇടുക? ഞാൻ പൊതുവെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇങ്ങനെ ഒരു വരയിടും, ഒരു ഐയുടെ ഷേപ്പിൽ ഇങ്ങനെ ഇടയ്ക്ക് ഓരോ വര ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഡിവൈഡ് ചെയ്യും. അപ്പൊ എന്താ ഗുണം? മെയിൻ ഐഡിയ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുകയും സെക്ഷൻ ബൈ സെക്ഷൻ നമുക്ക് പോകാൻ പറ്റുകയും ചെയ്യും. നിങ്ങൾക്കത് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ എന്നോട് പറയും. ഐ ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ് വൺസ് അഗൈൻ. നിങ്ങൾ പറയണം, ചോദിച്ചോണം. നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തരോ? ഇതെന്താന്ന് വെച്ചാല്, ഇപ്പൊ ചില പാരഗ്രാഫുകൾ നിങ്ങൾ ഇപ്പൊ കമ്പൽസറി ഇംഗ്ലീഷ് പേപ്പർ എടുത്താലും കമ്പൽസറി മലയാളം പേപ്പർ എടുത്താലും CSAT-ലെ റീഡിംഗ് കോമ്പ്രിഹെൻഷനിൽ എടുത്താലും ചില പാരഗ്രാഫ് നിങ്ങൾ എത്ര വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണെങ്കിലും, നിങ്ങൾ PhD ഉള്ള ആളാണെങ്കിലും ഒന്നും നിങ്ങൾക്ക് പാരഗ്രാഫ് വായിച്ചാൽ മനസ്സിലാവത്തില്ല. അതെന്താന്ന് ചോദിച്ചാൽ അത് ഭയങ്കര ലെങ്തി സെന്റൻസ് ആണ്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് പേന എടുത്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പൊ ഒരു വലിയ ഒരു 12 സെന്റൻസ് ഉള്ള ഒരു പാരഗ്രാഫാണ്. രണ്ട് സെന്റൻസ് ഒരു 6 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ചെറിയ ചങ്ക്സ് ആക്കുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് അർത്ഥം കിട്ടും, നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതാണ് ചങ്കിങ് എന്നുള്ള പ്രോസസ്സിന്റെ ഉദ്ദേശം. ചങ്കിങ്.
അപ്പൊ ഈ ഒരു പ്രോസസ്സ് നമുക്കൊരു ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് പലപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് മനസ്സിലാക്കുക. Then the next approach is that is called questioning. What is questioning? You have to ask questions. How? Why? അപ്പൊ നമ്മൾ എൻഗേജ്ഡ് ആവുകയാണ്. തലച്ചോറ് എപ്പോഴും എൻഗേജ്ഡ് ആണെങ്കിൽ തലയിൽ സ്റ്റോർ ചെയ്യും, പെട്ടെന്ന് സ്റ്റോർ ചെയ്യും, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചോദിക്കും. ഇൻഫർമേഷൻ എനിക്ക് എന്താണ് ഗ്യാദർ ചെയ്യേണ്ടത്, നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കും. വാട്ട് ഈസ് ദ മെയിൻ ഐഡിയ, വാട്ട് ആർ ദ സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് ആൻഡ് വാട്ട് ഈസ് ദ ഓതേഴ്സ് പർപ്പസ്, ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് വരാൻ സാധിക്കും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കണ്ടക്സ്റ്റ് ക്ലൂസ് ആണ്. വാട്ട് യു മീൻ ബൈ ക്ലൂസ്? കണ്ടക്സ്റ്റ് മനസ്സിലാക്കുക. വാട്ട് ഈസ് കണ്ടക്സ്റ്റ്? പലപ്പോഴും ഈ പല കുട്ടികളും പറയാറുള്ള ഒരു കാര്യമാണ്, സാർ ആദ്യം എൻ്റെ കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഭയങ്കര ടഫായിരുന്നു, അതോടെ എൻ്റെ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു, എൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡ് പോയി, ഞാൻ സീസാറ്റ് കുളവാക്കി. ഇതൊരു സ്ഥിരം പറയുന്ന കുട്ടികൾ പറയുന്ന സ്ഥിരം കാര്യമാണ്. ആദ്യത്തെ 2-3 ക്വസ്റ്റ്യനിൽ കുറെ കടുകട്ടി വാക്കുകൾ കണ്ടു. നിങ്ങൾ സിവിൽ സർവീസിൽ പൊതുവെ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും, അത് ലിറ്ററേച്ചറിന്റെ ആവട്ടെ, GS-ന്റെ ആവട്ടെ, കോംപ്രിഹെൻഷന്റെ ആവട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, യു ക്യാൻ സീ സം അൺഫെമിലിയർ ടഫ് വേർഡ്സ് ഇൻ ബിറ്റ്വീൻ. വളരെ ടഫായിട്ടുള്ള, ഒട്ടും ഫെമിലിയർ അല്ലാത്ത, വളരെ റൂഡായിട്ടുള്ള ചില വാക്കുകൾ, വളരെ റഫായിട്ടുള്ള ചില വാക്കുകൾ, ഒട്ടും തന്നെ നമുക്ക് അർത്ഥം ഗ്രഹിക്കാൻ പറ്റാത്ത ചില വാക്കുകൾ, ഈ ശശി തരൂരൊക്കെ ഇടയ്ക്ക് യൂസ് ചെയ്യുന്ന പോലത്തെ വാക്കുകൾ ചിലപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ അയ്യോ എനിക്കൊന്നും മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ നിൽക്കരുത്. യു ഹാവ് ടു റീഡ് ദ എൻറ്റയർ പാരഗ്രാഫ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടും. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് മീനിങ് അല്ലെ കണ്ടെക്സ്റ്റ് കിട്ടും. പശ്ചാത്തലം എന്നാണ് മലയാളം, കണ്ടെക്സ്റ്റിന്റെ മലയാളം പശ്ചാത്തലം എന്നാണ്. ആ പശ്ചാത്തലം വെച്ചിട്ട് നിങ്ങൾ ഇതിൻ്റെ ഒരു ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഹിൻസ് വെച്ചിട്ട്, ആ പാരഗ്രാഫിൽ തന്നിട്ടുള്ള ഹിൻസ് വെച്ചിട്ട് ആൻസറിലേക്ക് റീഡിംഗ് കോംപ്രിഹെൻഷനിൽ എത്തുന്നതിനെയാണ് കണ്ടെക്സ്റ്റ് ക്ലൂസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു മെത്തേഡ് ഉണ്ട്, ദാറ്റ് ഇസ് കോൾഡ് സമ്മറൈസിങ്. ഇതെന്താണ്? റീഡിംഗ് കോംപ്രിഹെൻഷനിൽ പ്രത്യേകിച്ച് ഇൻഫറൻസ് ബേസ്ഡ് പാരഗ്രാഫ് ഒക്കെ ആണെങ്കിൽ ആദ്യത്തെ പാരഗ്രാഫ് വായിച്ച് അവസാനത്തെ പാരഗ്രാഫ് എത്തുമ്പോഴേക്കും ആദ്യം എഴുതിയത് എന്താണെന്ന് നമ്മൾ വിട്ടുപോകും. ആദ്യം എഴുതിയത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. എന്ന് വെച്ചാൽ എന്താ, ആദ്യം എഴുതി വെച്ച സംഗതി എന്തോ എഴുതി വെച്ചു. അല്ല, ചിലർക്ക് പെട്ടെന്ന് ഈ കിളി പോകും. ആദ്യത്തെ പാരഗ്രാഫ് വായിച്ച് അടുത്ത പാരഗ്രാഫ് വായിക്കുമ്പോഴേക്കും ഫോക്കസ് ഒക്കെ പോകും. പിന്നെ വീണ്ടും ഒന്നേന്ന് പിടിച്ചിരിക്കും. ആ ബേസിക് പ്രോബ്ലം എന്ന് വെച്ചാൽ ഫോക്കസ് അറ്റൻഷൻ വളരെ കുറവാണ്. കോംപ്രിഹെൻഷനിൽ വേണ്ട ഒരു സാധനം ഭയങ്കര ഫോക്കസ് അറ്റൻഷൻ. ഇത് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനൊരു റിയൽ എക്സാമ്പിൾ പറയാം. ഇത് റിയൽ കേസ് സ്റ്റഡിയാണ്. ഞാൻ ചങ്ങനാശ്ശേരി SP കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലെ അധ്യാപകൻ അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവം പറഞ്ഞതാണ്. സാറിന്റെ പേര് ജോഷി എന്നാണ്. അദ്ദേഹം സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസ്സിൽ വന്നു മലയാളം പഠിപ്പിച്ചപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസ്സിൽ പ്രീ ഡിഗ്രിക്ക് പറഞ്ഞ ഒരു സ്റ്റോറിയാണ്. അദ്ദേഹം കോളേജിന്റെ നേരെ ഫ്രണ്ടിലാണ് താമസിച്ചുകൊണ്ടിരുമ്പോൾ തൊട്ടടുത്തൊരു അയ്യർ സാറ് SP കോളേജിലെ മാത്സ് അധ്യാപകൻ, മാത്സോ കെമിസ്ട്രിയോ മറ്റോ അതിന്റെ അധ്യാപകൻ. അപ്പോൾ ഇവർ രണ്ട് നെയ്ബേഴ്സാണ്. സാറ് നോക്കിയപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുക, ആളുകൾ തുണിയെല്ലാം പെറുക്കി വീടിനകത്തോട്ട് കയറുന്നു. അപ്പോൾ ഒരു ഈ ചെറിയ കാറ്റല്ല, നല്ല ശക്തിക്കുള്ള കാറ്റ്. ഇങ്ങനെ ചിലപ്പോൾ ഈ കടലാസ് എല്ലാം കൂടെ അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ ചുഴറ്റിയെടുക്കത്തില്ലേ, ചുഴലിക്കാറ്റ് പോലത്തെ ഒരു കാറ്റ്. ഇതെല്ലാം കണ്ടിട്ട് എല്ലാ ആൾക്കാരും അകത്തോട്ട് വീടിനകത്ത് കയറി കഥയടയ്ക്കാണ്. സാറ് നോക്കുമ്പോൾ കാണുന്നു ഒരു ബാലൻ നിന്നിട്ട്, ഒരു പയ്യൻ നിന്നിട്ട്, അവൻ ഒരു മാവിന്റെ ചോട്ടിലിരുന്ന് ഇങ്ങനെ പുസ്തകം വായിക്കുക. അപ്പോൾ സാറ് സൂക്ഷിച്ചു നോക്കി ഇവന് ഈ ശബ്ദമോ ഈ ബഹളമോ ഒന്നും കേൾക്കും. മാവ് നല്ല കടകട ശബ്ദത്തിൽ മാവിന്റെ ശിഖരം ഒടിയാൻ തുടങ്ങി. ഒടിയുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും, ക്രെന്ന് പറയും. 2-3 മിനിറ്റ് അല്ല, ഒരു 10-12 സെക്കൻഡ് എടുത്തിട്ടായിരിക്കും ഇത് ഒടിഞ്ഞ് താഴെ വീഴും. ഈ സമയത്ത് സാറ് പെട്ടെന്ന് അലറി വിളിച്ചുകൊണ്ട് ഓടി ഈ പയ്യന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവന്റെ തോളത്ത് തട്ടിയിട്ട് എണീറ്റ് അവനെ പെട്ടെന്ന് മാറ്റിച്ചു. അപ്പോഴേക്കും ഈ മാവിന്റെ ശിഖരം വന്ന് ഒടിഞ്ഞ് ഇങ്ങോട്ടേക്ക് വീഴുകയുണ്ട്. ഒരുപക്ഷെ ആ പയ്യൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്റെ ഫോക്കസ് അറ്റൻഷൻ അത്രയും ഷാർപ്പായിരുന്നു. അതുകൊണ്ട് ചുറ്റുപാടും നടന്ന കാര്യങ്ങൾ അവൻ അറിഞ്ഞു. ആ വ്യക്തി പിന്നീട് SSLC പരീക്ഷയ്ക്ക് 1ാം റാങ്ക് വാങ്ങി, പ്രീ ഡിഗ്രിക്ക് 1ാം റാങ്ക് വാങ്ങി, എഞ്ചിനീയറിംഗിന് 1ാം റാങ്ക് വാങ്ങി, ഓൾ ഇന്ത്യ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് 1ാം റാങ്ക്. ഇത് മറ്റാരുമല്ല, രാജു നാരായണ സ്വാമി. അപ്പൊ ആ ഫോക്കസ് അറ്റൻഷൻ, അത്രയും തീവ്രമായ ഫോക്കസ് അറ്റൻഷൻ വേണം എന്നല്ല ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് ആ പാരഗ്രാഫ് വായിക്കുമ്പോൾ പാരഗ്രാഫ് തീരുന്നത് വരെ അതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു അറ്റൻഷൻ വേണം. പലർക്കും ഇന്നില്ല. ദിസ് ഇസ് എ റിയാലിറ്റി. പലർക്കും ഇന്ന് ഇതില്ല. അതിനിടയ്ക്ക് ചിന്ത പല വഴിക്ക് പോകും, പല ഇടങ്ങളിലേക്ക് പോകും. പ്രത്യേകിച്ചും ആ എക്സാം ഹാളിലെ ടെൻഷനും കൂടെ ഒക്കെ ആകുമ്പോൾ പിടിച്ചു നിർത്താൻ കുറച്ച് പാടാണ്. അപ്പൊ അതിനെന്ത് ചെയ്യണം? അവസാനം എത്തുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാവുന്ന ആ മെറ്റീരിയലിന്റെ അടിയിലോ അല്ലെ മെറ്റീരിയലിന്റെ സൈഡിലോ
ആ മേജർ പോയിന്റ്സ് ഒന്ന് സമ്മറൈസ് ചെയ്ത് ഒന്ന് നോട്ട് ചെയ്യുക, അല്ലെ 1 2 3 4 എന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒന്ന് മേജർ പോയിന്റ്സ് ഉണ്ട് പെട്ടെന്ന് മാർക്ക് ചെയ്യുന്നത് റീഡിംഗ് കോംപ്രഹെൻഷനിൽ ആൻസർ ചെയ്യാൻ വളരെ വളരെ സഹായകരമായിട്ടുള്ള ഒരു മെത്തേഡാണ്. ദിസ് ഈസ് നോൺ ആസ് സമ്മറൈസിങ്. അപ്പൊ ഈ സമ്മറൈസിങ് എന്നുള്ള ഒരു മെത്തേഡ്, ഇറ്റ്സ് എൻ അപ്രോച്ച് ടുവേർഡ്സ് റീഡിംഗ് കോംപ്രഹെൻഷൻ. യു ക്യാൻ യൂട്ടിലൈസ് ദിസ് അപ്രോച്ച്. ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു സ്കോർ ഗുഡ് മാർക്സ് ഇൻ റീഡിംഗ് കോംപ്രഹെൻഷൻ. അപ്പൊ ചില പിള്ളേരോ ഇതൊക്കെ എനിക്കറിയാം, ഇതൊക്കെ ആരും പറഞ്ഞു തരണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം എക്സാം പാസ്സാക്കുന്ന ഇങ്ങനെ കിട്ടുന്ന ചില ടിപ്സ് ആയിരിക്കും. നിങ്ങൾ നിസ്സാരം എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന കാര്യങ്ങളായിരിക്കും നമ്മളെ എക്സാമിൽ പാസ്സാക്കുക. എനിക്കെല്ലാം അറിയാന്ന് പറഞ്ഞ് ഈ സമയം എന്തിനാ ഞാൻ ക്ലാസ്സിൽ കയറുന്നത്, ഞാൻ റൂമിൽ ഇരുന്ന് ഇനിയും പഠിച്ചേക്കാം, ഹോസ്റ്റലിൽ ഇരുന്ന് പഠിച്ചേക്കാം എന്ന് പറഞ്ഞിട്ടിരിക്കുന്നവർ ചിലപ്പോൾ ഇതൊന്നും മനസ്സിലാകത്തില്ല, അവർ പോയി ആനമണ്ടത്തിലും കാണിക്കും. അപ്പൊ എല്ലാം നമുക്കറിയാം എന്നുള്ള ധാരണയൊന്നും മനസ്സിൽ വെച്ച് പിടിപ്പിക്കരുത്, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്തെന്താണ് വിഷ്വലൈസിങ്. വിഷ്വലൈസിങ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ വീണ്ടും അതിലേക്ക് വരുന്നില്ല. ക്രിയേറ്റ് മെന്റൽ ഇമേജസ്. കണ്ടന്റ് വായിക്കുക, അപ്പൊ തന്നെ വിഷ്വലൈസ് ചെയ്യും. അപ്പൊ അത് റിമെമ്പർ ചെയ്യും പെട്ടെന്ന്. വിഷ്വൽ മെമ്മറി ഇസ് മോർ പവർഫുൾ അല്ലെ. പലതരത്തിലുള്ള മെമ്മറി ഉണ്ട്. വിഷ്വൽ മെമ്മറി ഉണ്ട്, മസിൽ മെമ്മറി ഉണ്ട് അല്ലെ. മസിൽ മെമ്മറി എന്ന് വെച്ചാൽ ഈ സ്പോർട്സിലൊക്കെ ഉള്ളവർക്ക് മസിൽ മെമ്മറി ഉണ്ട്. അതും ദാറ്റ് ഇസ് ഓൾസോ പാർട്ട് ഓഫ് മെമ്മറി. അപ്പോ വിഷ്വൽ മെമ്മറി എന്ന് വെച്ചാൽ നിങ്ങളിപ്പോ 10 വർഷം 20 വർഷം മുമ്പ് കണ്ട സിനിമയിലെ രംഗം ചില സീൻസ് നിങ്ങൾ ഓർക്കുന്നില്ലേ? നിങ്ങൾ 5 വയസ്സിൽ കണ്ട സിനിമ, 6 വയസ്സ് 10 വയസ്സിൽ കണ്ട സിനിമയുടെ രംഗങ്ങൾ നിങ്ങൾ ഇന്നും ഓർക്കുന്നില്ല. ദാറ്റ് ഈസ് ദ പവർ ഓഫ് യൂട്ടിലൈസേഷൻ. അപ്പൊ എന്താണോ കോംപ്രിഹെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പ്രത്യേകിച്ച് ഇപ്പൊ ഈ ഫ്ലമിംഗോസിനെ പോലുള്ള പാരഗ്രാഫ്സ് ആണെങ്കിൽ അത് വിഷ്വലൈസ് ചെയ്യും, പെട്ടെന്ന് വിഷ്വലൈസ് ചെയ്യും. ഒരു ഡ്രസ്സായിട്ട് ഇവ മേറ്റിംഗ് ഡാൻസ് നടന്ന കാര്യം, ബിയർ അല്ലെ വൈൻ ഗ്ലാസ് ഒക്കെ പിടിച്ച് ഡാൻസ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള വിഷ്വൽസ് പെട്ടെന്ന് നിങ്ങൾ കാണുക. ദാറ്റ് ഈസ് അനദർ മെത്തേഡ്. ദെൻ ദർ ഇസ് സംതിങ് കോൾഡ് റീ റീഡിങ്. ഇത് പലപ്പോഴും ചെയ്യേണ്ട ഒന്നാണ്. ധൃതി പിടിച്ചിട്ട് കാര്യം എപ്പോഴും ശ്രദ്ധിച്ചോണം. ഈ പേപ്പർ, രാവിലത്തെ പേപ്പറിലെ ഒരു അപ്രോച്ച് അല്ല ഉച്ച കഴിഞ്ഞ. രാവിലത്തെ പേപ്പറിൽ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യണം, പക്ഷെ ഉച്ച കഴിഞ്ഞുള്ള പേപ്പറിൽ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നു എന്ന് തോന്നിയാൽ നമുക്ക് 280 ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു ക്വസ്റ്റ്യൻ 2.5 മാർക്കാണ്. 200-ൽ നമുക്കൊരു 19 മാർക്ക് കിട്ടുമെന്നുള്ള ഒരു തോന്നലുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിർത്താം. റീഡിംഗ് കോംപ്രിഹെൻഷനും സിസാറ്റും ഒക്കെ വെച്ചിട്ട്, മാത്സും ഒക്കെ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം മാർക്ക്